ഓരോ ദിവസവും കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുതലിൽ വലിയ അത്ഭുത സാക്ഷ്യങ്ങളാലും കർത്താവ് നമ്മളെ നിറയ്ക്കുന്നു. ഇന്നും നമ്മളെ നിറയ്ക്കുവാനും ഉയർത്തുവാനും എൻ്റെ കർത്താവ് ശക്തനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും ലജിച്ചു പോകത്തില്ല. അതുകൊണ്ട് ഈ നിമിഷം എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഇപ്പോൾ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവ്. ഇന്ന് ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്തെടുക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. കർത്താവ് എനിക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കും. ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾ ചില വചനങ്ങൾ ഇന്ന് തുടക്കത്തിൽ നമുക്ക് ഏറ്റുപറയാം. നമ്മളെപ്പോഴും പറയുന്ന വാക്യങ്ങൾ തന്നെയാണ്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യമാണ്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അല്പനേരം ഒന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ ഇന്ന് അത്ഭുതത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് അല്പനേരം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറഞ്ഞാൽ, ഈ ലോകപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഒരു പ്രത്യാശയില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ആ ദൈവത്തെ വിശ്വസിക്കാം. ആ ദൈവത്തെ നമുക്കിന്ന് ദൈവത്തെ സന്നിധിയിൽ നിന്ന് സ്തുതിക്കാം. കർത്താവ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈ വാക്യം കാണുന്നവരൊക്കെയും എൻ്റെ കൂടെ നിങ്ങൾ എവിടെയായിരുന്നാലും അല്പനേരം ഈ വചനം എന്ന് പറഞ്ഞിട്ട്, മരിച്ചവരെയും ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന തലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷം, ഈ ഒരു സമയത്ത് നിങ്ങളുടെ രോഗമായിക്കോട്ടെ, നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾ ഏത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളായിക്കോട്ടെ, എൻ്റെ കൂടെ ഇന്ന് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ആ വചനം കണ്ടുകൊണ്ട് ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ, എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന എൻ്റെ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അവിടെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം. ഒന്നുകൂടെ പറഞ്ഞോളാം, മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനും കഴിയുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പം നമ്മുടെ വിശ്വാസം പറയുമ്പോൾ, നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകപ്രകാരം നടക്കും എന്നുള്ള സകല പ്രതീക്ഷകളും അവസാനിക്കുമ്പോൾ നിങ്ങൾ പറയണം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം എൻ്റെ ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം. അപ്പോൾ ഈ ഒരു വചനവും വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിക്കോ, ഒരു പ്രസിഡന്റിനോ, ഒരു രാജാവിനോ, ഒരു പോലീസ് മേധാവിക്കോ, ഒരു MLAക്കോ, ലോകത്തിലെ ഒരു അധികാരിക്കോ, ബുദ്ധിമാനോ, പണക്കാരനോ, പ്രഭുവിനോ കഴിയത്തില്ല. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. ആ ദൈവത്തെ നാം വിളിക്കുന്നത് അപ്പാ പിതാവേ എന്നാണ്. അങ്ങനെയെങ്കിൽ ആ നല്ല പിതാവ് ഇങ്ങനെ വേണം പ്രാർത്ഥിക്കുക. അപ്പാ, എൻ്റെ വിഷയം എത്ര ചെറുതാണ്, മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് ഞാൻ അനുഭവിക്കുന്ന രോഗമായിക്കോട്ടെ, സമാധാനമില്ലാത്ത അവസ്ഥയായിക്കോട്ടെ, ഭാരങ്ങളായിക്കോട്ടെ, അലയുന്ന അവസ്ഥയായിക്കോട്ടെ, കുടുംബത്തിലെയും തലമുറകളുടെയും വിഷയമായിക്കോട്ടെ, ഇതെനിക്ക് വലുതല്ല, ഇതെനിക്ക് യേശുവിൻ്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് ഇത് ഏറ്റവും നിസ്സാരമാണ്. ഇതെനിക്ക് ദൈവം ചെയ്തു തരും. എൻ്റെ കർത്താവ് എനിക്ക് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. സൈമന്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായിട്ട് കുടുംബത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ രോഗശക്തികൾ,
പലപ്പോഴും പല സമയങ്ങളിൽ രോഗികളാക്കി പലരുടെയും ജീവിതത്തെ തകർക്കുവാൻ നോക്കി പല കാലഘട്ടങ്ങളിൽ ആ കുടുംബത്തിൻ്റെ മേൽ കയറിക്കൂടിയതിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ പുറത്താക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ, ഈ പ്രാർത്ഥനയാൽ ഞങ്ങളതിനെ പുറത്താക്കുന്നു. എല്ലാ അനർത്ഥങ്ങളും വിട്ടൊഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി ഇന്നും വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സൂം പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ്, അതിരുകൾ വിസ്താരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങളുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരുമിച്ച് കൂടി വരുമ്പോൾ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ദൈവം വലിയ ദൈവം. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, എൻ്റെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറ. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. വലിയ കാര്യങ്ങളെ പ്രതീക്ഷയോടെ വേണം ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ. കർത്താവ് നമുക്ക് വേണ്ടി. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയേണ്ടത്, എൻ്റെ വിഷയം വലുതല്ല. ഈ വചനം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഉറപ്പായും പറഞ്ഞിരിക്കണം. ഈ വചനം നിങ്ങൾ ഉറപ്പായും പറഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പത്തെപ്പറ്റി, നമ്മുടെ ദൈവത്തിൻ്റെ, നമുക്ക് അളക്കാൻ കഴിയത്തില്ല. ഞാൻ ഈ പറയുന്നതൊന്നും വലുതല്ല, ദൈവസന്നിധിയിൽ ഏറ്റവും ചെറുതാണ്. എങ്കിലും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ മരിച്ച ഡെഡ് ബോഡിയെ നിമിഷ നേരം കൊണ്ട് ഉയർപ്പിക്കുവാൻ കഴിയുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ വിഷയം എത്ര ചെറുതാണ്. അത് ഭാരമല്ല, എനിക്കതിൽ ഭാരമില്ല. എൻ്റെ ദൈവം ആ വിഷയത്തെ നിസ്സാരമാക്കി എനിക്ക് ചെയ്തു തരും. ആമേൻ. കർത്താവ് നമ്മളെ ശക്തമായി നടത്തുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി സ്തുതിക്കുന്നു. നമുക്കിന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു, ദൈവസന്നിധിയിൽ നമ്മൾ ബലപ്പെട്ടു. ഈ ദിവസവും ഈ ഒരു സമയവും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്ക് വേണ്ടി അതിരുകൾ വിസ്താരമാക്കേണ്ട ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കേണ്ട ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ നിമിഷം, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചനം കേട്ട് വരികയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുക തന്നെ ചെയ്യും. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പിൽ എടുക്കാം. നമ്മൾ ഇന്നലെ ചിന്തിച്ച വചനഭാഗം എന്തിനെ പറ്റിയുള്ള ചിന്തയാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആമേൻ. ഇന്നലെ നമ്മൾ കേട്ടു, ആത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് പോകുക. ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് നമ്മുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്ക് കിടപ്പുണ്ട്. വേഗത്തിൽ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ സൂം പ്രയറിലേക്ക് പ്രവേശിക്കാം. ലൈവായിട്ട് നമുക്ക് ഈ സൂമിൽ പങ്കുചേരാനുള്ള നിങ്ങൾ കമൻറ്റിൽ ആ ഒരു ലിങ്ക് ഉണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വലിയ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ വൻ പ്രവർത്തികളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ആമേൻ. ഞാനൊരു പേര് കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി എന്നുണ്ട്. മോളി വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നത്, മരണം നീങ്ങി ജീവൻ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. മോളി വർഗീസ് എന്നാണ് ആ പേര് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ആരാണ് ഏറ്റെടുത്തോണം. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ സ്പർശനത്തെ കർത്താവ് അവിടെ തൊടുകയാണ്. ഞങ്ങളിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ അനർത്ഥം വിട്ടൊഴിയട്ടെ. യേശുവിൻ്റെ പ്രവൃത്തി അവിടെ നിറയട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വേഗത്തിൽ തന്നെ വായിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷമാണ്. പരിചിതമായ വാക്യമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്, വായിച്ചിട്ടുള്ള വചനമാണ്, ധ്യാനിച്ചിട്ടുള്ള വചനമാണ്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പാറമേൽ ഉള്ളവർക്കോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. നമ്മളത് പലപ്പോഴും കർത്താവ് ഈ ഒരു ഉപമ, വിതയ്ക്കുന്ന വിത്തിനെ പറ്റിയുള്ള ഉപമ കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പല ആവർത്തി കേട്ടിട്ടുണ്ടല്ലേ. പല ആവർത്തി, എനിക്കൊന്ന് 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു വചന വിത്തിനെ പറ്റി തന്നെ ഒത്തിരി തവണ
ഈ വചനവിത്തിനെ പറ്റി ധ്യാനിച്ചിട്ടുണ്ട്. ഇന്നും ഈ ഒരു വാക്യത്തിൻ്റെ അകത്തു നിന്നും കർത്താവ് ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോവാണ്. സ്വീകരിക്കാൻ തയ്യാറായിക്കോണം. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. എനിക്കറിയത്തില്ല, വലിയൊരു ആത്മാവിൻ്റെ ഓവർഫ്ലോ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പേരെല്ലാം നോക്കിക്കോണം, സജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു കർത്താവിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ അയക്കാൻ വേണ്ടി പോവാണ്. സജീവ് എന്നാണ് പേര്. സജീവ് എന്നാണ് ആ പേര് ഞാൻ കേൾക്കുന്നത്. സജീവുമായി ബന്ധപ്പെട്ട് ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ സജീവിനെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തിൻ്റെ മേൽ സജീവ് മുഖാന്തിരം തന്നെ കർത്താവിൻ്റെ വലിയൊരു സ്പർശനമുണ്ടാകും. ഇന്ന് വചനത്തിൽ പറയുന്നതുപോലെ പൗലോസ്ലീഹായിനെ തൊട്ടതുപോലെ കർത്താവിൻ്റെ ഒരു സ്പർശനം സജീവിൻ്റെ മേൽ വരാൻ വേണ്ടി പോവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. യേശു ക്രിസ്തു ആ കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തി അയക്കാൻ വേണ്ടി. എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് സജീവ്. അദ്ദേഹം ആ അനിയത്തി ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന മോളാണ്. പക്ഷെ ഹസ്ബൻഡ് ഭയങ്കര ഒബ്ജക്ഷനിൽ നിൽക്കുവാണ്. സിസ്റ്റർ ആ കുടുംബത്തോട് പറയണം, സജീവിനെ ദൈവം തൊടാൻ വേണ്ടി പോകണം. സജീവിനെ തൊട്ട് ദൈവം പൗലോസ്ലീഹായിനെ സ്പർശിച്ചതുപോലെ കർത്താവ് എത്രത്തോളം ആ കുടുംബത്തോട് പറയണം, ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടേണ്ട, കർത്താവ് സജീവിനെ തൊടും. സജീവ് മുഖാന്തരം ആ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞോണം. കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥന അവർക്ക് അയച്ചു കൊടുത്തോണം. എന്നിട്ട് അവിടെ പറഞ്ഞ കേട്ടിട്ട് പ്രാർത്ഥിച്ചോണം. കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ആമേൻ. ഒരു തെളിവാണ് ഈ ഒരു വചനം. സജീവനെ ദൈവം തൊടുമ്പം ഇത് അബദ്ധത്താൽ സംഭവിച്ചതല്ലെന്ന് ദൈവത്തിൻ്റെ പ്ലാനാണെന്ന് മനസ്സിലാകാൻ വേണ്ടി അത് തൊടുന്നതിന് മുമ്പ് തന്നെ ഈ വചനം അവരെ കേൾപ്പിക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകാം. എനിക്കറിയത്തില്ല, വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓവർഫ്ലോ ഉണ്ട്. ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഇന്ന് പ്രാർത്ഥിച്ചോണം. അത്ഭുതം നടന്നിരിക്കും. നിങ്ങളുടെ തകർന്ന അവസ്ഥകൾ മാറിയിരിക്കും. ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോയാലും അവിടെ നിന്നൊക്കെയും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ അതിൻ്റെ മേലൊക്കെയും അധികാരിയാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ കൂടെ 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ടും ജേക്കബിൻ്റെ ഭവനത്തിൽ ജയിൽ തന്നെ ജിദിൻ എന്ന് പറഞ്ഞ ഒരു മകനുള്ള, ജേക്കബിൻ്റെ ഭവനത്തിൽ ജിദിൻ എന്ന് പറഞ്ഞ ഒരു മകനുള്ള ജേക്കബിൻ്റെ ഭവനത്തിൽ ഒരു ജിദിനുണ്ട്. ആ ഒരു വ്യക്തിയുമായി ജേക്കബിൻ്റെ ഭവനത്തിൽ ശ്രദ്ധിച്ചോണം, ദൈവം നിങ്ങൾ അടയാളം ശ്രദ്ധിച്ചോണം. ജേക്കബിൻ്റെ കുടുംബത്തിൽ ജിദിൻ എന്ന് പറഞ്ഞ ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു. ജേക്കബിൻ്റെ മകൻ ജിദിനെയും കർത്താവ് സ്പർശിച്ച് ആ കുടുംബത്തിൻ്റെ മേലുള്ള നിന്ദകളെ കർത്താവ് മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയ രക്ഷാ പദ്ധതികളെ അയക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ ചാടി പിടിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ കൃപ ചൊരിയുന്നല്ലോ. ആ കുടുംബത്തിൻ്റെ മേൽ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടി വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അതിരുകൾ വിസ്താരമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുന്ന ആ കർത്താവെ കേൾക്കുന്ന വചനങ്ങൾ അനുഭവിക്കാൻ പോവുക എന്നുള്ളത് അത് ഞങ്ങളുടെ ഉറപ്പാണ് കർത്താവെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, പാറമേലുള്ളവരോ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ വചനം കേൾക്കുമ്പം ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, വചനം കേൾക്കുന്നവരാണെങ്കിൽ ആ വചനത്തിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കുവാനും കൂടെ വേണ്ടിയാണ് ദൈവം ഇത് കേൾപ്പിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നിങ്ങളെ വചനം കേൾപ്പിക്കുന്നത് നഷ്ടപ്പെടാൻ വേണ്ടിയല്ല. നമ്മൾ പലപ്പോഴും ഓർക്കും, നമ്മൾ ഈ വചനമെല്ലാം കേൾക്കുന്നത് കുറേ കേട്ട് കഴിഞ്ഞിട്ട് കർത്താവ് എന്തൊക്കെയോ എന്നെ കേൾപ്പിച്ചു. അല്ല, ദൈവം എന്നെ കേൾപ്പിക്കുന്നത് ദൈവം എന്നെ കാണിക്കാനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ പലപ്പോഴും ആ വാക്യം എടുത്ത് ഞാൻ പറയാറുണ്ടല്ലേ, മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ വിടുവിപ്പാൻ പാലും തേനും നല്ലതും മനോഹരമായ ഒരു ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി പോവുക. കർത്താവ് അത് കേൾപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ചുമ്മാ തമാശ പറഞ്ഞാണോ? ദൈവം അത് തമാശ പറഞ്ഞാണോ? അതോ ദൈവം അത് പറഞ്ഞത് കാണിക്കാൻ വേണ്ടിയാണോ? പറ. കാണിക്കാൻ വേണ്ടി. ആമേൻ. അപ്പൊ ദൈവം നമ്മളെ കേൾപ്പിക്കുന്നത് കാണിക്കാൻ വേണ്ടി. ദൈവം വെറുതെ പറയത്തില്ല.
നമ്മൾ പലപ്പോഴും വചനമൊക്കെ വായിച്ചിട്ട് നിങ്ങൾ പറയത്തില്ല, ബ്രദറെ ഞാൻ കുറേ പ്രസംഗമൊക്കെ കേട്ടു, കുറേ പ്രാർത്ഥിച്ചു, കുറേ ഇടങ്ങളിൽ പോയി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം ദൈവം നമ്മളെ എന്തിനാ അത് കേൾപ്പിച്ചത്? നമുക്കത് കാണിക്കാനല്ലെങ്കിൽ പിന്നെ ദൈവം എന്തിനാ കേൾപ്പിക്കുന്നത്? ദൈവം അത് കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയാണ്. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറയത്തില്ല, എവിടെയോ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്കിതെല്ലാം പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതായതുകൊണ്ട് ദൈവാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കുകയല്ല, കർത്താവ് നമുക്ക് തരികയാണ്. ഇവിടെ കർത്താവ് കുറേ ഉദാഹരണം, വിതയ്ക്കുന്ന വിത്തിനെ പറ്റിയുള്ള ഉപമ പറഞ്ഞിട്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ട്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാക്ക് മാത്രം ഞാൻ എടുക്കുവാണ്. പാറമേൽ വിതയ്ക്കപ്പെട്ടതോ. അപ്പോൾ ഇതിനു മുമ്പ് കർത്താവ് ഇതിൻ്റെ പൊരുൾ, ഈ പൊരുളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഉപമ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ആ സ്ഥലത്ത് ഇവിടെ ഇല്ലാത്തൊരു വാക്യമുണ്ട്. മറ്റു ചിലത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണിട്ട് അത് ചവിട്ടിപ്പോവുകയും ആകാശത്തിലെ പർവ്വജാതികൾ അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണു മുളച്ച് നനവില്ലാതെ ഉണങ്ങിപ്പോയി. ശ്രദ്ധിച്ചോണം, കർത്താവ് ഒരു ഉപമ പറയുകയാണ്. വിത്തെടുത്ത് വയലിൽ ഇടേണ്ട സമയത്ത് കുറേത് വഴി പോയി, കുറേത് പാറമേൽ വീണു, കുറേ വിത്ത് മുള്ളിനിടയിൽ വീണു. അപ്പോൾ ആ മുള്ളിനിടയിൽ വീണതും നിലത്ത് വീണതും പാറമേൽ വീണതുമായിട്ടുള്ള വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിന് കർത്താവ് ആദ്യം ഒരു ഉപമ പറയുകയാണ്. അപ്പോൾ ശിഷ്യന്മാർക്ക് ഓർത്തു കർത്താവ് എന്തുവാ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, പാറമേൽ വീണതോ മുളച്ചിട്ട് നനവില്ലാകയാൽ ഇത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മണ്ണിനടിയിൽ വീണ് മുള്ളും കൂടെ മുളച്ചത് കൊണ്ട് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അപ്പോൾ ഈ പാറമേൽ വീണതിനെയാണ് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത്. പാറമേൽ വീണതോ മുളച്ചു നനവില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി. ശ്രദ്ധിച്ചോളാം, നനവില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി. ആമേൻ. ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്കൊരത്ഭുതമോ കർത്താവിൽ നിന്ന് ഒരു പ്രവൃത്തിയോ സ്വീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറുക്കു വഴികളോ എളുപ്പ വഴികളോ ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് കർത്താവിനെ പറ്റിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ബ്രദർമാരെയോ ഏതെങ്കിലുമൊക്കെ ഉപദേശിമാരെയൊക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തെ പറ്റിക്കാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ പറയുകയാണ്, പാറമേൽ വീണ വിത്തോ അത് മുളച്ചു നനവില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? അതിന് നനവില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി. ഇനി താഴേക്ക് വരുമ്പോൾ ഈ വചനത്തിന്റെ പൊരുളിലേക്ക് കർത്താവ് വരികയാണ്. ആ പൊരുളിനെ പറ്റി കർത്താവ് പറയുകയാണ്, പാറമേൽ വിതയ്ക്കപ്പെട്ടത്. അപ്പം നമ്മളിപ്പോൾ കേട്ടതുപോലെ ആ വാക്യം, അതിൻ്റെ ഉപമ കേട്ടതിൻ്റെ പൊരുൾ പറയുകയാണ്. വചനം കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾ നോക്കിയോണം, നിങ്ങൾക്ക് വേരില്ലെങ്കിൽ, വചനം കേട്ടിട്ട് നമ്മുടെ വചനം പറയുകയാണ്, അവിടെ വേരില്ലാത്തത് കൊണ്ട് അവർ തൽക്കാലം വിശ്വസിക്കുകയും അതെന്ത് സംഭവിച്ചു? അത് പിൻവാങ്ങിപ്പോയി. ഇനി ഞാൻ നിങ്ങൾക്കൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഒരു വിത്ത്, നിങ്ങൾക്കിപ്പോൾ ഒരു വിത്ത് കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ ആ വിത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു കുറച്ച് വിത്ത് കിട്ടി, എന്തിൻ്റെ വിത്ത് ആയിക്കോട്ടെ, ആ വിത്ത് കിട്ടുന്ന സമയത്ത് ആ വിത്തിൻ്റെ അകത്ത് വേരുണ്ടോ ഇല്ലയോ? ആർക്കെങ്കിലും അറിയാമോ? ഒരു വിത്ത് കൊണ്ടുവരുമ്പം ആ വിത്തിൽ വേരുണ്ടാകുമോ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും കർത്താവ് പറഞ്ഞത്? കർത്താവ് പറയാണ്, പാറമേൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുന്നതോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അപ്പം വേര് വരണമെങ്കിൽ എന്ത് വേണം? വേര് വരണമെങ്കിൽ നമ്മൾ കൊണ്ടിടുന്ന വിത്തിന് എന്തുണ്ടാകണം? നനവുണ്ടാകണം. വിത്ത് നനഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ? ആ വിത്തിൻ്റെ മേലേക്ക് നമുക്ക് വേരുണ്ടാകത്തുള്ളൂ. അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വിത്ത് മേടിച്ച് നോക്കിക്കേ. എവിടുന്നെങ്കിലും ഒരു വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ വിത്ത് നമുക്ക് മുളപ്പിക്കണമെങ്കിൽ പോലും അത് മുളച്ച് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ആദ്യം വേര് മുളയ്ക്കും. ആ വേര് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അതിന് ഇലകളുണ്ടാകും, അത് സ്ട്രോങ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ കർത്താവ് പറയുകയാണ്, വേരില്ലാത്തത് കൊണ്ട് അത് എന്ത് സംഭവിക്കുന്നു? അത് ഉണങ്ങിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ വേര് വരണമെങ്കിൽ നനവ് വേണം.
ശ്രദ്ധിച്ചോണം. ഈ നനവാണ് നമ്മുടെ വിശ്വാസികളായ എല്ലാവരും തിരിച്ചറിയേണ്ടത്. നനവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, നമ്മൾ പരീക്ഷാ സമയങ്ങളിൽ, ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്നൊരു വിഷയം വരുന്ന സമയത്ത് നമ്മളങ്ങ് പെട്ടെന്ന് സങ്കടപ്പെടും. നമ്മൾ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വിശ്വാസം എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം വിട്ടുപോയിട്ട് നമ്മളങ്ങ് തളർന്നു പോകും. എന്നാൽ ചിലർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ പ്രശ്നം വരുമ്പോൾ സ്ട്രോങ് ആവുകയും, ചിലർ പ്രശ്നം വരുമ്പോൾ തകർന്നു പോവുകയും, ചിലർ പ്രശ്നം വരുമ്പോൾ വിശ്വാസം വരെ ഇട്ടേച്ച് കരഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നറിയാവോ? അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, വേര് വന്നിട്ടില്ലായിരുന്നു. പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര വചനമാണ്, വചനം പറയാൻ പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യും, എല്ലാ സ്തുതി എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് വേരില്ല എന്ന് അറിയുന്നത് എപ്പോഴാണെന്നറിയാവോ? ഒരു പ്രശ്നം വന്ന സമയത്ത് അവർക്ക് അതിനോട് പ്രതികരിക്കുവാൻ കഴിയാതെ പോയി. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ആ വചനം ഞാനൊന്ന് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ വചനം ശ്രദ്ധിച്ചോണം. പാറമേൽ വിതയ്ക്കപ്പെട്ടതോ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുന്നു, പരീക്ഷാ സമയം വരുമ്പോൾ അവർ പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. അപ്പൊ പിന്മാറിപ്പോകുന്നു. സ്ട്രോങ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വേരിറങ്ങിയില്ലെങ്കിൽ ആ വിത്ത് വാടും, അത് ചീഞ്ഞു പോകും, അത് എന്നേക്കുമായി അവിടെ നിന്ന് എന്ത് ചെയ്യും, നശിച്ചു പോകും. പക്ഷെ വേരിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് പയ്യെ പയ്യെ മുള പൊട്ടി പുറത്തു വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കർത്താവുമായിട്ടൊരു ബന്ധം. ഈ നനവെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കണക്ഷനാണ്. ശ്രദ്ധിച്ചോണം. ഈ വിത്ത് മുളയ്ക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, നമുക്ക് ഈ ഭൂമിയിൽ ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ വിത്ത് നിങ്ങൾ കൊണ്ടുവന്ന് പറമ്പിൽ കളച്ചിട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഒഴിക്കും. ഈ വെള്ളം അവിടെ ചെന്നില്ലെങ്കിൽ ഈ വിത്തിന് മുളയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്, നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് അല്ലേ. മത്തായിയുടെ സുവിശേഷം നമ്മൾ ഇന്നലെ 4-ാം അധ്യായം എടുക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് കൊണ്ടുവന്ന ഡിക്ഷണറി ഏറെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പിശാച് കൊണ്ടുവന്ന പുസ്തകം ഏറെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഏത് പുസ്തകമാണ് പിശാച് കൊണ്ടുവന്നത്? ഏത് ഡിക്ഷണറിയാണ് കൊണ്ടുവന്നത്? പിശാച് കൊണ്ടുവന്നത് ബൈബിള് തന്നെയാണ്. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ബൈബിളാണ്, വചനമാണ്. വചനം പറഞ്ഞുകൊണ്ടാണ് അവൻ പരീക്ഷിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ പിശാചിനും എന്ത് ചെയ്യാൻ കഴിയും? വചനമൊക്കെ പറയാൻ പറ്റും, പക്ഷെ അവൻ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വചനത്തിൽ വേരൂന്നാൻ കഴിയത്തില്ല. കാരണം അവന് നനവ് ലഭിക്കത്തില്ല. നനവെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം. അത് പിശാചിന് കിട്ടത്തില്ല, നമുക്കത് കിട്ടും. എന്താണ് ഈ ദൈവവുമായിട്ടുള്ള ബന്ധം? അത് നേരെ പോകുന്ന ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ വേരൂന്നിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതും അത് വൃക്ഷം പോലെയാകുന്നു. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവാശ്രയത്തെ പറ്റി അവിടെ ഉദാഹരണം പറയുകയാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ദൈവാശ്രയം എന്ന് പറയുമ്പോൾ ദൈവമാകുന്ന നനവിൽ അല്ലെങ്കിൽ വെള്ളത്തിലോട്ട്, അല്ലെങ്കിൽ ആ വെള്ളം നിങ്ങളുടെ ഉള്ളിലേക്കുള്ള വചനത്തിലേക്ക് വന്ന് പ്രവേശിക്കുമ്പോൾ അവിടെ എന്തു സംഭവിക്കും? അത് മുളയ്ക്കുവാൻ തുടങ്ങും. അതായത് ഒരുവൻ ദൈവത്തിലേക്ക് വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കണം. എന്താണ് ഈ ദൈവാശ്രയം എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലതവണ ഈ ദൈവാശ്രയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് ദൈവാശ്രയം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വന്നു, ബ്രദറെ എനിക്കൊരു വിഷയമുണ്ട്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതൊരു പ്രാർത്ഥനാ വിഷയമായത്, അല്ലേ? നിങ്ങളുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ ആർക്കും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതൊരു വിഷയമായി. ആ വിഷയം ഏതെങ്കിലും ഒരു പ്രയർ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അതൊരു പ്രാർത്ഥനാ വിഷയമായി. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇതിനി പരിഹരിക്കാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവരണം. ഇനി ദൈവത്തിനത് പരിഹരിക്കാൻ കഴിയുമോ? ദൈവത്തിനത് പരിഹരിക്കാൻ കഴിയുമോ നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. ഞാൻ തുടക്കത്തിൽ ഒരു വാക്യം പറഞ്ഞായിരുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. അപ്പൊ ദൈവത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരാ ദൈവം? മരിച്ചതിനെ ഉയർപ്പിക്കുവാനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഭാവിയെ നോക്കി ദൈവം ഇന്ന് പകല് കൽപ്പിക്കുവാന്ന് വിചാരിക്കട്ടെ, നീ രക്ഷപ്പെടും.
എന്ന് തമ്പുരാൻ കൽപ്പിച്ചാൽ നിങ്ങളെ ഒതുക്കാനോ നിങ്ങളെ തകർക്കാനോ നിങ്ങളെ മുടിപ്പിക്കാനോ ഇനി ലോകമല്ല, ഒരു രാജ്യമല്ല, രാജ്യങ്ങൾ നിങ്ങൾക്കെതിരെ സൈന്യവുമായിട്ട് വന്നാലും നിങ്ങൾക്ക് ഒരനർത്ഥവും വരത്തില്ല. ദൈവം തീരുമാനിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇട്ടു. പട്ടിണി കിടക്കുന്ന സിംഹങ്ങളുടെ ഇടയിലേക്ക് ഒരു മനുഷ്യന്റെ മാംസ ശരീരം വീണാൽ, രക്തവും ജീവനും മാംസവും ഉള്ള ഒരു ശരീരം വീണാൽ നിമിഷ നേരം കൊണ്ട് അത് പിച്ചി ചീന്തി എന്ത് ചെയ്യും? ദാനിയേലിനെ പരിപാടി തീർത്തിരിക്കും. പക്ഷെ ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം സിംഹത്തിന്റെ വാ അടച്ചു. മനസ്സിലാകുന്നുണ്ടോ? ദൈവം അടച്ചാൽ ഒരു സിംഹത്തിനും തൊടാൻ പറ്റത്തില്ല. ദൈവം നിങ്ങളെ തൊട്ടാൽ ഒരു മനുഷ്യൻ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വന്നാൽ പിന്നെ ഒരു പിശാചിനും നിങ്ങളെ തകർക്കാൻ കഴിയും. നിങ്ങൾ ആദ്യം ദൈവത്തെ പറ്റി മനസ്സിലാക്കണം. ഇവിടെ ട്രിക്ക് പറ്റത്തില്ല, ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവസന്നിധി വന്ന് നമുക്ക് എളുപ്പ വഴികളില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം, ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇവിടെ നോക്കിക്കേ, പാറമേൽ വിതയ്ക്കപ്പോൾ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. ഓ ബ്രദറെ സ്വോത്രം, നല്ല വചനമായിരുന്നു ബ്രദറെ, അനുഗ്രഹമായിരുന്നു ബ്രദറെ എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോകരുത്. നിൽക്കണം, മനസ്സിലാകണം, ഞാനാണ് ആവശ്യക്കാരൻ, എനിക്കാണ് ഒരു അത്ഭുതം വേണ്ടത്. ദൈവത്തിൽ ഞാൻ വേരൂന്നണം. അതായത് എൻ്റെ കർത്താവിലേക്കുള്ള ആഴത്തിലേക്ക്, ദൈവത്തിലേക്കുള്ള ആശ്രയത്തിലേക്ക് ഞാൻ വരണം. ദൈവത്തിലെ ആശ്രയം എന്തിനാണെന്നറിയാവോ? ദൈവത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പറ്റി പറഞ്ഞു. രക്തസ്രാവക്കാരിയായ സ്ത്രീ വർഷങ്ങളായിട്ട് 12 സംവത്സരമാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ കറക്റ്റ് അല്ല, അപ്പോൾ അത് ഒരു വ്യത്യാസം വന്നേക്കാം അല്ലേ, 12 എനിക്ക് തോന്നുന്നത്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയാണ്. ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ട് അവർക്ക് ഒരു മാറ്റവും വന്നില്ലെന്നാണ് പറഞ്ഞത്. ഒരു മാറ്റവും വന്നില്ല. കിട്ടുന്ന കാശ് മൊത്തം വൈദ്യന്മാർക്ക് കൊടുത്തു, ഒരു മാറ്റവും ഇല്ല. വർഷങ്ങളായിട്ട് രക്തസ്രാവമുള്ള സ്ത്രീയാണ്. അവളൊരു കാര്യം, ആ സഹോദരി ഒരു കാര്യം ഉറപ്പിച്ചു, ഞാൻ യേശുവിനെ തൊടും. ഇനി ആ സഹോദരന്റെ മുമ്പിൽ മരണമേ ഉള്ളൂ. ഇനി ഒരു ഓപ്ഷൻ, ഒന്നെങ്കിൽ യഹൂദന്റെ തല്ലുകൊണ്ട് ചാകും, അല്ലെങ്കിൽ യേശുവിൽ നിന്നും സൗഖ്യം ഞാൻ മേടിക്കും. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, എന്തായാലും മരിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിനെ തൊട്ട് ഞാൻ സൗഖ്യമാകും. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? പൂർണ്ണമായും കർത്താവിലേക്ക് ആ മകൾ ആശ്രയിച്ചു. ദൈവത്തിന് അവളെ തൊടാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് ആ മകളെ സൗഖ്യമാക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ആ മകൾ യേശുവിൽ വേരൂന്നി. അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? യേശു ഇന്നലെ ഞാൻ ആ വാക്ക് പറഞ്ഞായിരുന്നല്ലേ, യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. രോഗിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് വലിയ രോഗമാണെന്നും വേദനയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാ. ആ ദൈവത്തിന് എന്തുകൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റിക്കൂടാ? പറ്റും. നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മൾ അറിയണ്ടേ? എന്തുകൊണ്ട് മരിച്ചവരെ, ഡെഡ് ബോഡികളെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് എൻ്റെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ കഴിയും. പക്ഷെ ഞാൻ വേരൂന്നണം. ഇവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അവർക്ക് വേരില്ല. അപ്പൊ വേര് വരണമെങ്കിൽ ആദ്യം നനയണം. വചനം കേട്ടിട്ട് നിങ്ങൾ ആ വഴിക്ക് പോകാതെ കർത്താവിലുള്ള ആശ്രയത്തിലും കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സൂം കൂട്ടായ്മയല്ല ഞാൻ ഈ പറയുന്നത്, ഫേസ്ബുക്കോ യൂട്യൂബോ കൂട്ടായ്മയല്ല, പള്ളിയിലെ കൂട്ടായ്മയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. അതിനെങ്ങനെ അറിയണം? യേശുവിനെ നാം അറിയുന്നതിലൂടെ യേശുവിനെ നാം ആശ്രയിക്കുവാൻ തുടങ്ങും. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ തൽക്കാലം വിശ്വസിക്കുകയും ഒരു പരീക്ഷാ സമയത്ത് അവർ പിൻവാങ്ങിപ്പോകും. അതൊരു പ്രശ്നം വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നതിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണം. യിരെമ്യാ പ്രവാചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകുന്നു. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല. നീ ലൂക്കോസുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി വായിച്ചേ. പരീക്ഷാ സമയത്ത് വേരില്ലാത്തവൻ പിൻവാങ്ങിപ്പോകുമെങ്കിൽ, ഇവിടെ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വേരൂന്നിയവൻ ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കത്തില്ല. അവൻ പറയും, എനിക്കറിയത്തില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുന്നു, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. അതിൻ്റെ കാരണം എന്നതിൽ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ പറയും അഹങ്കാരി എന്നൊക്കെ നമ്മൾ പറയും. സഹോദര, വിശ്വാസമൊക്കെ നല്ലതാണ്, നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ ശരിക്കും അവരുടെ ഉള്ളിൽ നിന്ന് ആ വാക്ക് വരുന്നത്, അവർ ഉള്ളിൽ നിന്ന് ആ പേടി വിട്ടുമാറിയിരിക്കുന്നു. അതിൻ്റെ കാരണം അവർ വേരൂന്നിയത് ദൈവത്തിലാണ്.
ദൈവത്തിൽ വേര് ഊന്നിയാൽ ദൈവത്തിൽ നിന്നുള്ള സപ്ലൈ വരാൻ തുടങ്ങും. എന്താ സപ്ലൈയുടെ പേരെന്നറിയാവോ? പവർ. യേശു പറഞ്ഞു, എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു. യേശുവിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ മേലേക്ക് വന്നാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ, നിങ്ങളുടെ സകല മേഖലകളുടെ മേൽ നിങ്ങൾ ഫലം കായ്ക്കുവാൻ തുടങ്ങും. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കണം, ലൂക്കോസിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ പറയുകയാണ്, പരീക്ഷാ സമയത്ത് അവർ പിൻവാങ്ങിപ്പോകുന്നു. അപ്പം നമുക്കൊരു പരീക്ഷ വരുമ്പം മനസ്സിലാവും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം, നമ്മൾ എത്രത്തോളം ഒരു വിശ്വാസിയാണെന്ന് മനസ്സിലാകുന്നത് പരീക്ഷാ സമയങ്ങളിലാണ്. പക്ഷെ നിങ്ങൾ ഓർത്തോണം, പരീക്ഷാ സമയങ്ങൾ വരുമ്പോൾ നമുക്കറിയത്തില്ല എപ്പോഴാണ് പരീക്ഷ വരുന്നതെന്നോ എന്താണ് പരീക്ഷയെന്നോ നമുക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും പലരും എല്ലാം പരീക്ഷ, ആൾക്കാർക്കെല്ലാം പരീക്ഷയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഒരു പരീക്ഷ വരുന്ന സമയത്ത് നമ്മുടെ അകത്തേക്ക് ദൈവാശ്രയം വർദ്ധിക്കുവാൻ തുടങ്ങും. ആമേൻ. ഇവിടെ വചനം പറയുന്നു, അവർക്ക് വേരില്ലാത്തത് കൊണ്ട് അവർ തൽക്കാലം വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തൽക്കാലം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ആവേശമുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിൽ നിങ്ങളൊന്നും ബലപ്പെടണം. ഞാൻ പറഞ്ഞില്ല, വേര് മുളയ്ക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവർക്ക് വേരില്ല. വേര് വരണമെങ്കിൽ വിത്ത് നനയണം. വിത്ത് നനയണമെങ്കിൽ അതെന്ത് ചെയ്യണം? അതിലേക്ക് നനവിന് വേണ്ട വെള്ളം വരണം. അപ്പം കർത്താവിലേക്കുള്ള ഫോക്കസ് എപ്പോഴും ഓർത്ത്, നിങ്ങളൊരു വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ദൈവത്തിൻ്റെ വലിപ്പമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിൻ്റെ വലിപ്പം അറിയണം. 2, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയണം. 3ാമതായിട്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. ശ്രദ്ധിച്ചോണം, നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നുണ്ടെന്നറിയാവോ, നമുക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവ് കുറവാണ്. ദൈവത്തിന് അത് ചെയ്യുവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പറ്റും എന്ന് പറയും. 2-3 പ്രാവശ്യം ആടുത്ത് ചോദിച്ചാൽ നമ്മൾ പറയും എനിക്കറിയത്തില്ല, നമുക്ക് വേണ്ടിയ കർത്താവ് ചെയ്യുമായിരിക്കും. നിങ്ങൾക്ക് അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഈ ഉറപ്പ് നഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചോണം, ദൈവത്തിന് നമ്മുടെ വിഷയം എങ്ങനെയാണ് ദൈവം കാണുന്നതെന്നും നിങ്ങൾ ആ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നതെന്നും തമ്മിൽ ഒരിക്കലും ചേർക്കരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ കാണുന്ന ആ രീതിയിലാണ് ദൈവം കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാനൊരു വിഷയത്തെ കാണുന്നത് പോലെയാണ് ദൈവം കാണുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുവാണ്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നോട്ടത്തിൽ ആ വിഷയം നമ്മളെ അങ്ങോട്ട് എന്ത് ചെയ്തൊക്കെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. വലിയ വിഷയമാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര പാടാ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കണ്ണൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുറച്ചു നേരം ദൈവം എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കുന്നത് അങ്ങനെ കാണണം. കർത്താവിന് ഈ വിഷയം എങ്ങനെയായിരിക്കും? അപ്പം നമ്മൾ നേരെ പോകുന്നത് ദൈവത്തിൻ്റെ വലിപ്പത്തിലോട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അവൻ നേരത്തെ വന്നിരുന്നുവെങ്കിൽ. അവരിങ്ങനെ പറഞ്ഞത്, മുടന്തനെ എണീപ്പിക്കുകയും കുടന്മാർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത് ഈ ലാസർ പനി പിടിച്ച് ദീനമായി കിടക്കുന്ന സമയത്ത് വന്നിരുന്നെങ്കിൽ അവനിപ്പോൾ ജീവിച്ചേനെ. അപ്പം അവരുടെ ചിന്തയിൽ പനി പിടിച്ച ലാസറിന് പനി മാറ്റുന്ന യേശു ആ സമയത്ത് വന്നാൽ ഓക്കെ. അവരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴെല്ലാം ആ ലാസർ മരിച്ചുപോയി. പനി പിടിച്ച സമയത്താണ് യേശു വന്നിരുന്നെങ്കിൽ ഒറ്റ സ്പർശനം അവൻ സൗഖ്യമായിരിക്കുന്നു. പക്ഷെ അവർ പറയുകയാണ്, അന്ന് വന്നിരുന്നെങ്കിൽ, കർത്താവ് അന്നുണ്ടായിരുന്നുവെങ്കിൽ, അന്ന് മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ വന്നിരുന്നെങ്കിൽ അവിടെ ഒരു അത്ഭുതം നടന്നേനെ. ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണൊന്ന് അവിടെ നിന്ന് മാറ്റണം. കർത്താവേ, അങ്ങേക്കിത് വലുതാണോ? അന്വേഷിക്കണം. ഞാൻ ചോദിക്കുവാണ്, നിങ്ങളുടെ വിഷയം ഒരു 1-2 സെക്കൻഡുകൾ ഒന്ന് ആലോചിച്ചിട്ടേ പറയാവുള്ളൂ. നിങ്ങളുടെ വിഷയം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുക, ദൈവം വന്നിരിക്കുക. ദൈവം ആ വിഷയത്തെ നോക്കുമ്പോൾ ദൈവത്തിന് ആ വിഷയം ഭാരമായി തോന്നുവോ അതോ നിസ്സാരമായി തോന്നുവോ? നിങ്ങളൊന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയായിരിക്കും? ആമേൻ. ദൈവത്തിന് നിസ്സാരമായി അത് തോന്നുന്നതിൻ്റെ കാരണം ദൈവം നമ്മളെക്കാൾ വലിയവനും ശക്തനും സർവശക്തനുമാണ്.
നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ നമ്മൾ നോക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ ദൈവവും നിങ്ങളും രണ്ടല്ല, ഒന്നാ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ കണ്ണിലൂടെ ആ വിഷയത്തെ നോക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. പൗലോസ്ലീഹ പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുപത്രേ. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുപത്രേ. ഇനി ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, ഗലാത്യലേഖനം ഞാനീ പറഞ്ഞത്, ഞാൻ ഇനി ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നത്. അത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുപത്രേ. അപ്പൊ ക്രിസ്തു അത്രേ എന്നുള്ളത് വരണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ശ്രദ്ധിച്ച് യേശു പറഞ്ഞ വാക്ക് നോക്കി, അവർ വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു. ദൈവത്തിന്റെ കാര്യം അവിടെ പറയുന്നില്ല, എങ്കിൽ അവർക്ക് വേരില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒത്തിരി വചനം കേട്ടിട്ടും, നമ്മൾ ഒത്തിരി വചന പ്രസംഗങ്ങൾ കേട്ടിട്ടും ഇഷ്ടംപോലെ, എനിക്കറിയാവുന്ന ഒത്തിരി ഒരു വീട്ടുകാരുണ്ട്, അവർ പോകാത്ത പ്രാർത്ഥനാ സ്ഥലങ്ങളില്ല, അവർക്കറിയാത്ത ബ്രദർമാരില്ല, അവർക്ക് കണക്റ്റ് ആകാത്ത ഒരു ദേവദാസന്മാരുമില്ല. അറിയപ്പെടുന്ന സകല പ്രവാചകന്മാരും സുവിശേഷകന്മാരും എല്ലാം അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരെ എല്ലാവർക്കും അറിയാം, പക്ഷെ അവർ രക്ഷപ്പെടുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ശക്തന്മാരായി ഉപയോഗിക്കപ്പെടും, ലോകത്തിലല്ല അറിയപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന സകല ബ്രദർമാരും ഉപദേശിമാരും ഒക്കെ വന്ന് പ്രാർത്ഥിച്ച ഭവനമാണ്. ഇവർ പ്രാർത്ഥിച്ചു, ഇവർ പോയി പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തിട്ട് ഇവർ രക്ഷപ്പെടുന്നില്ല. അതിൻ്റെ കാരണം വേരില്ല. മനസ്സിലാകുന്നുണ്ടോ? വന്നവരുടെ കുഴപ്പമല്ല, പ്രാർത്ഥിച്ചവരുടെ കുഴപ്പമല്ല, പ്രാർത്ഥന കേട്ടതിൻ്റെ കുഴപ്പമല്ല, വേരില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പറമ്പിലുണ്ടിരിക്കട്ടെ, എനിക്ക് അവിടെ നന്നായിട്ട് എല്ലാ കൃഷിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വിത്തിട്ടിട്ട് ഞാനതിനെ നനയ്ക്കുന്നില്ലെങ്കിൽ എനിക്കതിന് ഫലം കാണാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വചനം പറയുന്നു പരീക്ഷാസമയം. പരീക്ഷാസമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യമായിക്കോട്ടെ, അതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾ പതറിപ്പോകത്തില്ല. ഇരമ്യായിൽ പറയുന്നിരിക്കുന്നത് പോലെ, ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ഇരമ്യ പറയുന്നത് പോലെ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കത്തില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ച കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കും. അതിൻ്റെ അർത്ഥം എനിക്കൊരു സീസൺ ഇല്ല, എല്ലാ സമയത്തും ഞാൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയത്തില്ല, ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്, ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ഈ പരിപാടി നമുക്കില്ല കേട്ടോ. ആരും അങ്ങനെ പറഞ്ഞ് ശീലിക്കരുതേ. ഇവിടെ വചനം പറയുകയാണ്, ഉഷ്ണം തട്ടുമ്പോഴും അത് പേടിക്കത്തില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ച കാലത്തും അത് വാട്ടം തട്ടാതെ ഫലം കായ്ക്കും. കണ്ടോ? അതിൻ്റെ അർത്ഥം ഏത് സമയത്തും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫലം കായ്ക്കും. ആമേൻ. അതിൻ്റെ കാരണം അത് വെള്ളത്തിൽ വേരൂന്നിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മളൊരു സീസണിൻ്റെ അകത്തല്ല നിൽക്കുന്നത്, നമ്മൾ കൃപയുടെ സീസണിലാണ് നിൽക്കുന്നത്. എപ്പോഴും ഫലം കായ്ക്കുന്ന സീസണിൻ്റെ അകത്താണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നാളെയാണ് ലോട്ടറിക്കാരൻ പറയുന്ന പരിപാടി നമുക്കില്ല കേട്ടോ. ഇതാണ് അത്ഭുതത്തിൻ്റെ സമയം, ഇതാണ് നിങ്ങളുടെ സമയം. എപ്പോഴാണോ നിങ്ങൾ കർത്താവിൻ്റെ വചനം ഉയർത്തുന്നത്, അതാണ് നിങ്ങളുടെ സമയം. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയണം, ഉള്ളിലേക്ക് കയറണം. എന്താണ് കയറേണ്ടത്? എനിക്ക് വേരുണ്ടാകണം. എങ്ങനെ വേര് വളർന്നെന്ന് അറിയാൻ പറ്റുന്നത്? നമ്മുടെ ഉള്ളിൽ കർത്താവുമായിട്ട് കൂടുതൽ. ആ ബ്രദറിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച തെറ്റല്ല കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഈ പ്രാർത്ഥനക്കാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു, തെറ്റാന്നല്ല. നമുക്ക് കർത്താവുമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഒരു ധൈര്യം വരുന്നുണ്ടോ? ഞാൻ വീണ്ടും ചില ആൾക്കാർ പറയും, ബ്രദറെ അങ്ങനെയാണെങ്കിൽ ഒരു ബ്രദറിനെ വിളിക്കരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ ആണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ദൈവസന്നിധി പോയിരുന്നുകൊണ്ട് കർത്താവ് എന്നെ സഹായിക്കുമെന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേര് മുളച്ചു. പക്ഷെ നിങ്ങൾ പറയുന്ന, ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന, ബ്രദറും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ബ്രദർമാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. എനിക്കറിയത്തില്ല ബ്രദറെ, എൻ്റെ പ്രാർത്ഥന ദൈവം, ആദ്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഇനി ഒരു ബ്രദറും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഒരു ബ്രദറും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നില്ലെങ്കിലും എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് ദൈവത്തിൻ്റെ വലിപ്പത്തിലേക്കും ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്കും നമുക്ക് എത്തിച്ചേരുമ്പോഴാണ്, അതിലേക്കുള്ള വാതിലാണ് ദൈവാശ്രയം. അതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തെപ്പറ്റി മനസ്സിലാക്കണം. ഇവിടെ വചനം പറയുകയാണ്, അവർ വിശ്വസിക്കുന്നു, തൽക്കാലത്തേക്ക് അവർ വിശ്വസിക്കുന്നു, പക്ഷെ അവർ പെട്ടെന്ന് എന്ത് ചെയ്തു? ഉണങ്ങിപ്പോകുന്നു. നമ്മളതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ തന്നെ ഈ ഒരു പൊരുളിന് ആ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്.
ആ ഉപമ ഇങ്ങനെയാണ്: മറ്റു ചിലതോ പാറമേൽ വീണു മുളച്ചിട്ട് നനവില്ലാത്തതുകൊണ്ട്, ശ്രദ്ധിച്ചു നോക്കി, നനവില്ലാത്തത് കൊണ്ട് ഉണങ്ങിപ്പോയി. നനവില്ല. ഇതാണ് പരീക്ഷാ സമയത്ത് വേരില്ലെങ്കിൽ നാം ഉണങ്ങിപ്പോവും. ഭയപ്പെടരുത് കേട്ടോ. എനിക്കറിയാം ഭയപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഭയം മാറത്തില്ല. നമ്മുടെ ഭയം കർത്താവ് എടുത്ത് മാറ്റും. നമുക്ക് കോൺഫിഡൻസ് ദൈവം തരും, നമുക്ക് ശക്തി ദൈവം തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൃപ എന്ന് എൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്നല്ലോ. ഞാൻ പറഞ്ഞ വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ വരണം. വലിയ ചിന്തകൾ നമ്മളെ ഭരിക്കണം. ഞാൻ എപ്പോഴും പറയാറില്ല, നിങ്ങൾ ഏത് പ്രായത്തിലിരിക്കുന്ന ആളായിക്കോട്ടെ, ഏത് രാജ്യത്തായിരുന്നോട്ടെ, തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞാൽ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയും. എനിക്ക് ലാംഗ്വേജ് ഒരു ബൗണ്ടറി അല്ല. എൻ്റെ സ്വഭാവമോ എൻ്റെ ശരീരമോ എൻ്റെ നിറമോ എൻ്റെ വിദ്യാഭ്യാസമോ ഒന്നും ഒരു ബൗണ്ടറി അല്ല. ഇതെല്ലാം ഞാൻ പൊട്ടിക്കും. എൻ്റെ മേൽ അഭിഷേകമുണ്ട്, എൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകമുണ്ട്. നമ്മൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിപ്പം, ദൈവം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ നോക്കി തന്നെ അത് പ്രവചിക്കുന്നത്. നമ്മളെ നോക്കരുതേ, നിങ്ങളെ നോക്കരുതേ, നിങ്ങളുടെ കണ്ണിലൂടെ ഒരു വിഷയത്തെ കാണരുതേ. യേശുവിൻ്റെ കണ്ണിലൂടെ നോക്ക്. കർത്താവിന് ഇത് കഴിയുമെങ്കിൽ പിടിച്ചോ, ദൈവത്തെ മുറുകെ പിടിച്ചോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയും കൂട്ടായ്മയും അങ്ങ് കൂട്ട്. ഒരു പ്രശ്നം വരുമ്പോൾ പലരും സംഭവിക്കുന്നത്, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ കൂട്ടായ്മ വരുന്നില്ല, ഇനി ഒരു ബ്രദറിനെയും വിളിക്കുന്നില്ല, ഇനി ഞാൻ ഒന്നിനും വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടങ്ങ് പോകും. ആ സമയത്താണ് നിങ്ങൾ കൂടുതൽ കൂട്ടായ്മ ആചരിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടുതൽ സമയം പ്രാർത്ഥനകളിൽ പങ്കുചേരണം, കൂട്ടായ്മയിൽ ബലപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? വേരൂന്നണം. ആ കണക്ഷൻ നമുക്ക് കറണ്ട് അടിക്കുന്നത് പോലെ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിന് മേൽ വരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് കർത്താവിൻ്റെ ഒരു നാൻസിയുടെ ഭവനത്തെ ദൈവം തൊടുകയാണ്. നാൻസിയുടെ മകളെ കർത്താവ് സ്പർശിക്കുന്നു. ആ മകളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട്, നാൻസിയുടെ മകളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ആകുലപ്പെട്ട് നിൽക്കുവാണ്. ഒരു ചോദ്യചിഹ്നത്തിൻ്റെ അകത്ത് നിൽക്കുവാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആ മകളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവ് നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന അവളുടെ ഭാവി എൻ്റെ ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് നാൻസി പറയണം. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ആ മകളെ അനുഗ്രഹിക്കുന്ന കർത്താവെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ യേശുവെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആ സ്പിരിച്വൽ ഐസൊക്കെ തുറന്നു വരട്ടെ, ആഴമായി ഒന്ന് കാണട്ടെ, ആഴമായി കേൾക്കട്ടെ. നമ്മളിങ്ങനെ കറങ്ങി നടക്കാനുള്ളവരല്ല കേട്ടോ, വലിയ വിളി ലഭിച്ചവരാ, വലിയ പദ്ധതികളാ. ഞാൻ പലപ്പോഴും പറയും, ഇട്ടാവട്ടത്തെ കറങ്ങാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. വലിയ പ്രവൃത്തികൾ നമ്മുടെ ലൂടെ കർത്താവിന് ചെയ്യുക, ലോകത്തിന് കാണിക്കാനുണ്ട്, ലോകത്തിന് വെളിപ്പെടുത്താനുണ്ട് ദൈവത്തിന് നിങ്ങളെ. എന്നെ വലിയ വിളിയാന്ന് അലച്ചു നോക്കി. ലോകത്തിന് ജീവനുള്ള ദൈവത്തെ കാണിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. യേശു എന്നാ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും എൻ്റെ സുവിശേഷം ഞാൻ ജീവിക്കുന്നെന്ന് പറയണം. നമ്മളെയാ കർത്താവ് കൊണ്ട്. എന്നാ ഭാഗ്യമല്ലേ? നമ്മൾ പറയാം, എൻ്റെ ബ്രദറെ, ഞാൻ ഈ വിഷയത്തിൽ കൂടെ ഒരു വിഷയത്തിൽ നിങ്ങളെ കൊടുക്കാൻ പറ്റത്തില്ല. ഓടാൻ വിളിക്കപ്പെട്ടവരാ. കിടക്കാൻ പറ്റത്തില്ല രോഗിയായിട്ടൊന്നും. ചാടി എണീറ്റ് യേശുവിൻ്റെ നാമത്തിലെ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്. ഞാൻ എന്നെ റോബിൻസൺ എന്ന് പറയുന്ന ഒരു മകനെ, റോബിൻസൺ അങ്ങനെ പേര് ഞാൻ കണ്ടുന്നു, റോബിൻസൺ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആ റോബിൻസണെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ, യേശുവേ ആരാധന. കൃഷ്ണലാൽ എന്ന് പറയുന്ന ഒരു മകനെ ആ കൂട്ടത്തിൽ ആ കുടുംബത്തെയും കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് വലിയൊരു ഓവർഫ്ലോ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. ഈ ദിവസങ്ങളിൽ തകർന്നു പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ. രോഗത്താൽ ഭാരപ്പെടുന്നവർ, എന്നെ ലൈവിൽ കാണുന്നവരൊക്കെ കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ തിരുമുറിവിലുള്ള രോഗസൗഖ്യത്തെ ഒന്ന് സ്വീകരിച്ച്. നിങ്ങൾ രോഗമല്ല, യേശുവിൻ്റെ മുറിവിൽ ആരോഗ്യമുള്ളവരാ. കൈവച്ചേ, ആ കിഡ്നിയുടെ ഭാഗത്തോട്ട് കൈവച്ച്, ആ ഹാർട്ട് ബീറ്റിലോട്ട് കൈവച്ച് പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ പോവാ. മരിച്ചവരെ ഉയർപ്പിക്കുക. ഞാൻ ആ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോടാം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം. ഒന്നുകൂടെ ഞാൻ പറയാം, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എൻ്റെ ദൈവം ജീവനുള്ള എൻ്റെ ശരീരത്തിൽ ഉറപ്പായും പ്രവർത്തിക്കും. ജീവനുള്ള എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് മരിച്ചതിനെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, മരിച്ചയാൾക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മരിച്ചയാൾക്ക് ആമേൻ പറയാൻ പറ്റത്തില്ല. മരിച്ചയാൾക്ക് ഹല്ലേലൂയ പറയാൻ പറ്റത്തില്ല. മരിച്ചയാൾക്ക് ഒരു വചനം പോലും പറയാൻ പറ്റത്തില്ല. മരിച്ചയാൾക്ക് അന്യഭാഷ പറയാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, മരിച്ച ആമേൻ പോലും പറയാൻ പറ്റാത്ത ഇന്ന് പള്ളിപ്രമാണിയുടെ മോളെയും മരിച്ചുപോയി നാറ്റം വന്ന ലാസറിനെയും ആമേൻ പോലും പറയാൻ പറ്റാത്ത കണ്ടീഷനിലും കഴിഞ്ഞുപോയ
മരിച്ച ശരീരത്തെ കർത്താവിന് എണീപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആമേനും വചനവും ഹാലേലുയയും സ്തോത്രവും അന്യഭാഷയും പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് വേണ്ടി എത്ര അധികം ദൈവം ചെയ്തിരിക്കും. ഓ ഹാലേലൂയ. നമ്മളൊന്ന് കണക്റ്റഡ് ആയിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുകൊടുക്കരുത്. ജയാളികളാണ് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ. ഒരു പ്രതിസന്ധിയും നിങ്ങളെ തൊടത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ബൈജുവിനെ കാണുന്നു, ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു ബൈജുവിനെ ഞാൻ കാണുന്നു. അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ഷെയ്ഡ് കളറുള്ള ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ബൈജുവിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ 6 മാസം, ഇന്ന് മുതൽ പുറകോട്ടുള്ളൊരു 6 മാസമായിട്ട് താൻ അലയുന്ന പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം അതിൻ്റെ മേൽ വലിയൊരു സെറ്റിൽമെൻറ്റിനെ ദൈവം, ആ വാക്കിനോട് ദൈവം പറയുക കേട്ടോ. സെറ്റിൽമെൻറ്റ് എന്നൊരു വാക്ക് കർത്താവ് ഒന്ന് റിലീസ് ചെയ്യാൻ പറയുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ആ കുടുംബങ്ങളുടെ മേൽ നിന്ദകൾ മാറട്ടെ, പരിഹാസങ്ങൾ മാറട്ടെ, തോൽവികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന പിതാവേ, ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നപ്പ. ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച് നിങ്ങൾക്ക് അവിടുന്ന് കൈ എടുക്കുമ്പോൾ രോഗവും വേദനയും അവിടുന്ന് കാണത്തില്ല. കർത്താവിലൊന്ന് ധൈര്യപ്പെട്ടേ, കർത്താവിലൊന്ന് ബലപ്പെട്ടേ. യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ ഭാവി ഓർത്ത് കരഞ്ഞ് നിർത്തി കേട്ടോ. ആ പരിപാടി നിർത്ത്. എന്നിട്ട് ആ വചനം ഒന്ന് പറ. ദൈവം ചെയ്തില്ലെങ്കിൽ, ഞാൻ എപ്പോഴും പറയും, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ, കർത്താവിൻ്റെ പുറകെ പോകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ പിന്നെ കർത്താവ് ആർക്കു വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ വാക്കുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടത്തില്ല. ഇത് തമ്പുരാൻ്റെ ഉറപ്പാകട്ടോ. കറങ്ങി നടക്കുന്നവരെ എനിക്കറിയത്തില്ല, വേറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് പോകുന്നവരെ എനിക്കറിയത്തില്ല, വല്ലപ്പോഴും വന്ന് ഓടിക്കേറി പോകുന്നവരെ എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പുറകെ ഓടുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, കൈവിടത്തില്ലെന്നേ, കൈവിടത്തില്ല. അവരുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് ഗ്യാരണ്ടിയാ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഹാലേലൂയ. നന്ദി പിതാവേ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിരുകൾ വിസ്താരമാകട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പ ഞാനൊരു വ്യക്തിയുടെ ഒരു പ്രോപ്പർട്ടി ഞാനിങ്ങനെ കാണും. ആ പ്രോപ്പർട്ടിയുടെ കോണിലായിട്ട്, അതായത് ഭവനം ഇരിക്കുന്നതിൻ്റെ ആ ഭവനത്തിൻ്റെ നമ്മളത് പോയി നിൽക്കുവാണെങ്കിൽ അടുക്കള വശത്ത് നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് നിന്ന്, അടുക്കളയുടെ ആ ഒരു കോർണറിൽ നിന്ന് നേരെ കാണുമ്പോൾ ആ പറമ്പിൻ്റെ എൻഡിലായിട്ട് നിൽക്കുന്ന ആ ഒരു അതിരിൻ്റെ എൻഡിൽ ഒരു മരം നിൽക്കുന്ന വലിയ വലിപ്പമുള്ള ഒരു മരമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്ലാവാണ് ഞാൻ കാണുന്നത്. അതിരിൻ്റെ അങ്ങേ മൂലയ്ക്ക് കാണുന്നത്, ഈ അടുക്കളയുടെ ഭാഗത്ത് നോക്കിയാൽ അതിരിൻ്റെ അങ്ങേ മുഖത്ത് വലിയൊരു പ്ലാവ് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആ ഒരു ഭവനത്തെ, ആ സ്ഥലത്തിൻ്റെ അകത്ത്, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ കുറേ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. പലരും കൊണ്ടത് വേസ്റ്റുകൾ തള്ളിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് ഞാൻ ഇപ്പോഴായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, ഭാരപ്പെടേണ്ട കേട്ടോ, അത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഭാരപ്പെടേണ്ട. ആ വ്യക്തിയോട് പറയുന്നില്ല, ദൈവം അത് അനുഗ്രഹമാക്കി വരും. നമ്മുടെ ഭാരങ്ങളെ ദൈവം അറിയുന്നേ, നമ്മുടെ ഭാരങ്ങളെ ദൈവം അറിയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ സമയം സാക്ഷ്യങ്ങൾ പറയുവാനുള്ള സമയമാണ്. ആർക്കെങ്കിലും കർത്താവ് പ്രവർത്തിച്ച സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ സാക്ഷ്യം കേൾക്കാം. ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പറഞ്ഞാട്ടെ. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ മിണ്ടാതിരിക്കുക, മ്യൂട്ട് ചെയ്യുക കേട്ടോ, ശ്രദ്ധിക്കുക. ആരെങ്കിലും ഉണ്ടോ പറയാം? പറഞ്ഞോ. ബ്രദർ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു സജീവിന്റെ കാര്യം. ഒരു മിനിറ്റ്. ബ്രദർ നേരത്തെ ഒരു സജീവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്റെ കൂട്ടുകാരി സ്മിത അതിനകത്ത് ഏറ്റെടുത്തായിരുന്നു. കാരണം ഞാൻ മീറ്റിങ്ങിന് കയറാൻ ഒരുങ്ങിയപ്പോ ഈ സജീവിന്റെ വൈഫ് എന്നോട് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം ദൈവത്തിന്റെ പേര് കേൾക്കുമ്പോഴേ അവനെന്തോ ഒരു വല്ലാത്ത ബാധ വന്ന കണക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അവരുടെ വീട്ടിൽ. ഇന്നലെ രാത്രിയിലും ഭയങ്കര പ്രശ്നമായിരുന്നെന്നും പറഞ്ഞ് സച്ചു എന്ന ഭാര്യയുടെ പേര് എന്നോട് വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സ്മിത എൻ്റെ അടുത്ത് മെസ്സേജ് ഇടുന്നത്, ഡി ഇതുപോലെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് ഇതിനകത്ത് കയറിയത്. ആ കുടുംബത്തോടെ വിളിച്ചു പറഞ്ഞ കർത്താവ് ഇന്ന് ആ മകനെ തൊടും, ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു സാക്ഷ്യം ഉണ്ടാകാൻ പോകുന്ന വിളിച്ചു പറഞ്ഞു കേട്ടോ.
ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് തന്നെ മെസ്സേജ് ഇട്ടോ, ഇത് അയച്ചും കൊടുത്തോ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഉറപ്പ്. ഹലോ ബ്രദറെ. കർത്താവ് ഹലോ അനു- ബ്രോ. പറഞ്ഞോ. ഹലോ ഹലോ ബ്രദറെ. ബ്രോ. പറഞ്ഞു പറഞ്ഞു. ബ്രദർ. ബ്രദറെ എന്റെ കൃഷ്ണലാൽ എന്ന് പറഞ്ഞ എന്റെ ചേട്ടന്റെ മോനാണേ. കൃഷ്ണലാല്, സ്ഥലം. ഒരു സെക്കൻഡ്. കൃഷ്ണലാൽ. കൃഷ്ണലാൽ മകന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കൃഷ്ണലാൽ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ കാര്യം? ഇല്ല, പറഞ്ഞിട്ടില്ല ബ്രദറെ. അത് പ്രാർത്ഥിച്ചോണം. കർത്താവ് ബ്രദർ കൃഷ്ണൻ, ഞാൻ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ്. ആ കൃഷ്ണലാലിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ സമയത്ത് കർത്താവ് ഇടപെട്ട ആലോചനയുണ്ട്. ഒന്നും കൂടെ യൂട്യൂബിൽ പോയിട്ടത് കേട്ടോണം. എന്താണോ കേട്ടത് അവർക്കത് അയച്ചു കൊടുത്തോണം. അവരോട് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ മകനെ തൊടാൻ വേണ്ടി പോവാണ് കേട്ടോ. അവരെ കേൾപ്പിച്ചോണം, അവരോട് പറഞ്ഞോണം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ദൈവം വലിയൊരു സ്പർശനം തൊടാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഏറ്റെടുത്തത് അവരോട് പറയണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ശരി. പ്രോപ്പർട്ടിനെ കുറിച്ച് പറഞ്ഞത് അതെന്റെ സ്ഥലമാണ്. ഏതാ? ഒരു മിനിറ്റ്. പ്രോപ്പർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, സ്ഥലത്തെ കുറിച്ച് പറഞ്ഞില്ലേ അതെ ബ്രദർ? ഓക്കെ, അത് എന്റെ സ്ഥലമാണ്. താമരശ്ശേരി, കോഴിക്കോട് താമരശ്ശേരിയുള്ള ഈ പ്ലാവ് കണ്ടതും വേസ്റ്റ് കൊണ്ടിട്ടതും അത് എന്റെ സ്ഥലമാണ് സർ. അതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്നോട് ഈ സ്ഥലത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇതിന്റെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. പ്രയർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതും ഞാൻ ഇതിൽ പങ്കെടുക്കുന്നതും. ഓ, ഈ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്? യെസ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കേട്ടോ. വന്നതാണ്, എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പൊ അവളാണ് പറഞ്ഞത് ഇങ്ങനെ സൂം മീറ്റിംഗ് ഉണ്ട്, ഇതിൽ ഒന്ന് ഇത് നീ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓ സ്വത്രം, ഇത് വലിയ അത്ഭുതം കേട്ടോ. വലിയ അത്ഭുതമാണ്. നിങ്ങൾ എത്ര പേര് ഇത് കേട്ടായിരുന്നു? ആലോചന എത്ര പേര് കേട്ടായിരുന്നു? ഞാൻ കേട്ടു ബ്രദറെ. എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇല്ല സിസ്റ്റർ, ഈ ഒരു സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഞാനത് പറഞ്ഞു. ഈ ഒരു സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞില്ലേ, റെസ്പോണ്ട് ചെയ്ത ആ സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞുള്ളത് തന്നെ. എനിക്ക് പറഞ്ഞപ്പോൾ വലിയൊരു ദൈവ സാന്നിധ്യം ആ വിഷയത്തിൻ്റെ മേലെ ഇറങ്ങിയിട്ടുണ്ട് സിസ്റ്ററെ. ഇനി ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു ഭാരം വേണ്ട. കർത്താവ് ആ കാര്യത്തെ ഏറ്റെടുത്തു. ഈ ദിവസങ്ങളിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ വചനം കേട്ട് വേര് മുളപ്പിക്കാതെ പോയാൽ അതിൻ്റെ ഫലം കാണാൻ പറ്റത്തില്ല. കൂട്ടായ്മയിലും കർത്താവിലുള്ള ബന്ധവും വർദ്ധിപ്പിച്ചാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു സിസ്റ്ററെ, ആ തലവേദന ആയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി തലവേദനയല്ല, അനുഗ്രഹമാക്കി കർത്താവ് അത് മാറ്റും കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ ആചരിച്ചോണം, കറങ്ങിപ്പോകരുത്. കൂട്ടായ്മയിലും കർത്താവിലും ബലപ്പെട്ട് വളർന്നാൽ അത് ദൈവം അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഈ സാക്ഷ്യം പറയാനുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോണം. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അൺമ്യൂട്ട് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും അൺമ്യൂട്ട് ചെയ്ത് വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. നമ്മൾ കർത്താവ് തൊടുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതുമായ ആലോചനകൾ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ ഇത്രയും ആളുകൾ 100-400ഓളം പേര് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ ഈ സൂമിൽ കയറുമ്പോൾ ലൈവിൽ വല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുമ്പോൾ നമ്മൾ ആ ഒരു സീരിയസ് ആയിട്ടിരിക്കണം. ഞാനോട് പറയുകയാണ്, കർത്താവ് മുന്നോട്ട് നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ആ സൂം മീറ്റ് എനിക്കറിയാം വീടിൻ്റെ അകത്താണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മ്യൂട്ട്, ഞാനിവിടുന്ന് ഓൾ മ്യൂട്ട് ചെയ്യുമ്പോൾ വീടിൻ്റെ അകത്ത് ഒച്ചയും ബഹളമൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ തന്നെ അത് മ്യൂട്ട് ചെയ്തോണം. അത് ഓണാക്കി വെക്കരുത്. സാക്ഷ്യം പറയാനുള്ളവർ ഒരാൾ പറയുമ്പോൾ കഴിവതും നിങ്ങൾ മ്യൂട്ട് ചെയ്തോണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെല്ലാം ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കട്ടായി പോകാനിടയായിത്തീരും. ശ്രദ്ധിക്കുക. ഇനി ഞാനത് മ്യൂട്ട് മാറ്റാം. ഓരോരുത്തരായിട്ട് ഒരാൾ പറഞ്ഞ് തുടങ്ങുമ്പോൾ മറ്റേ ആൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ സാക്ഷ്യം കേൾക്കും കേട്ടോ. പറഞ്ഞാട്ടെ ബ്രദറെ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഞാൻ പ്രിൻസിയുടെ മോനാണ്. പറഞ്ഞു ബ്രദറെ. അപ്പൊ ഞാൻ ഇതിൽ ഡയറക്റ്റ് എനിക്ക് പ്രയറിൽ വരാൻ പറ്റാറില്ല. ഞാൻ യൂട്യൂബിൽ കൂടെ കാണാറ്, അത് ട്രാവൽ ചെയ്യുമ്പോൾ കാണാറ്. അപ്പൊ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഇന്ന് എനിക്ക് ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. എനിക്കൊരു ലിവറിന്റെ അവിടെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് പണ്ട് എപ്പോഴോ ചെറുപ്പത്തിൽ എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടിയിരുന്നു. പക്ഷെ ഇന്നിപ്പോ ടെസ്റ്റ് ചെയ്തപ്പോൾ വേദനയും ഒന്നുമില്ല, പേടിക്കാനില്ല. ഈ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് അത് നെഗറ്റീവ് ആയിരിക്കുന്നു റിസൾട്ട് വന്നിരിക്കും. വേദനയുണ്ട്, പക്ഷെ വേദനയെ പറ്റി ഒന്നും പേടിക്കണ്ട, ഒന്നുമില്ല. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് എന്ന വൈറസ് അത് നെഗറ്റീവ് ആയിരിക്കുന്നു. അത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്ന് ഡോക്ടർമാരെ പറഞ്ഞിട്ടുള്ളതാണ്. ആമേൻ ആമേൻ. അത് വലിയൊരു അത്ഭുതമാണ്. എനിക്ക് വൈകുന്നേരം പ്രിൻസിനോട് പറഞ്ഞിരുന്നു, ഇന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇപ്പം പ്രിയ മോനത് പറഞ്ഞതുപോലെ ഇപ്പം അത് ഒരിക്കലും ഇന്ന് കേട്ടതുപോലെ ഡോക്ടർമാർ തന്നെ ഒരിക്കലും അത് നെഗറ്റീവ് ആകാൻ ഒരു സാധ്യതയില്ല. ഡോക്ടർമാർ പറയുന്നതാണ്, ഒരിക്കലും ആകാൻ സാധ്യതയില്ല.
പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ദൈവം അത് അത്ഭുതമാക്കി എന്ന് മാറ്റി. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ സയൻസ് പഠിച്ചവരാണ്, നമ്മളെക്കാളും അറിവുള്ളവരാണ്, അവരുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. അവർ പഠിച്ച അറിവാണ്, ലോകത്തിൽ നേടിയ അറിവാണ്. പക്ഷെ നമ്മുടെ കർത്താവ് ഈ ലോകത്തേക്കാൾ ഉന്നതനാണ്. അതുകൊണ്ട് കർത്താവിന് ഇന്ന് പ്രവർത്തിച്ച സാക്ഷ്യമാണ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ. ഡോക്ടർമാർക്ക് പറഞ്ഞ് നടക്കത്തില്ല, പക്ഷെ കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞത് ദൈവം അത് നെഗറ്റീവാക്കിയ റിസൾട്ട്. കർത്താവെ അത്ഭുതം ചെയ്തതിന് നന്ദി. കർത്താവിൻ്റെ കൃപയിൽ അത് ആശ്രയിച്ചല്ലോ. മക്കൾ ഈ ദിവസങ്ങളിൽ വലിയ പ്രാർത്ഥനയോടെയും വളരെ സങ്കടത്തോടെ ഇരുന്നൊരു വിഷയമാണ്. കർത്താവ് അത് അത്ഭുതമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ, എനിക്ക് പറഞ്ഞോ. കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ബ്രദർ ഇപ്പൊ പറഞ്ഞ ആ ആലോചനയിലുള്ളത് അത് ഞങ്ങൾക്കും കൂടി, അതൊരു ഭവനത്തിന്റെ അവിടെ അടുക്കള വശത്ത് നിന്നിട്ട് നോക്കുമ്പോൾ കോർണറിൽ എന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. സെയിം സിറ്റുവേഷനിൽ എനിക്കും ഞങ്ങൾക്കുമുണ്ട്. അത് ഞാൻ പറഞ്ഞു. അത് വിൽക്കാനിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് വിൽക്കാനിട്ടിരിക്കുന്ന പറമ്പാണെന്ന് ഞാൻ വിൽക്കാനിട്ടിരിക്കുന്നതാ. അപ്പം 2 ദിവസം മുന്നേ കുറച്ച് മരങ്ങളുണ്ട് അതിനകത്ത്. അപ്പം ഇതും കൂടി ചേർത്ത് വിൽപ്പനക്ക് പറയുമായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്താല് ഇപ്പൊ അത്യാവശ്യമുള്ള ക്യാഷ് നമുക്ക് കിട്ടുമല്ലോ എന്നും കൂടി അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അത് ഏറ്റെടുത്തു. പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരിയോട് പറഞ്ഞപ്പോഴാണ് കർത്താവ് ഇത് കൂടുതലായിട്ടും ആഴമായിട്ട് ഇടപെട്ടത്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത് കൊണ്ട് ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഏറ്റെടുക്കാം. ഞാൻ ആ സഹോദരി എടുത്തു പറഞ്ഞത്, ആ സഹോദരി പറഞ്ഞ സമയത്ത് എനിക്ക് വലിയൊരു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചത്. അതേപോലെ സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നുള്ള വചനമുള്ളിടത്തോളം കാലം നമുക്കും അത് ഏറ്റെടുക്കാം. നമുക്കും അത് അത്ഭുതമാക്കി കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് ബ്രദറെ. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയെന്ന് പറഞ്ഞില്ലേ, അത് മരുന്ന് കഴിച്ചതിന് ശേഷമാണ് അങ്ങനെ ആയത്? ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, പുള്ളി വർഷങ്ങളായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ മാറുന്നില്ല. അപ്പൊ മെഡിക്കൽ അഡ്മിറ്റ് ആയിട്ട് വരുവാണ്. അപ്പൊ ഇത് മരുന്ന് കഴിച്ചിട്ട് മാറിയെന്നാണോ പറഞ്ഞത്? ഹെപ്പറ്റൈറ്റിസ് ബി ഒരിക്കലും എത്ര മരുന്ന് കഴിച്ചാലും മാറത്തില്ല. ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആണെങ്കിൽ എത്ര മരുന്ന് ഇന്നിച്ചിട്ടുള്ള ഏത് മരുന്ന് കഴിച്ചാലും അത് മാറാൻ പോകില്ല. ബ്രദറെ കേൾക്കാവോ? പറഞ്ഞു. കേൾക്കുന്നുണ്ട്. അത് ഇതിന്റെ മറുപടി എന്തായിരുന്നു പറഞ്ഞ്? ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ്. ഡോക്ടർ ഞാൻ ഇന്ന് കാണിച്ചപ്പോ ഡോക്ടർ ചോദിച്ചു എന്താണ് ആദ്യം ഇതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തേക്കണെന്ന് ചോദിച്ചു. അപ്പൊ 2018 ടെസ്റ്റ് ചെയ്തതാണ്. ഒരു മരുന്നും കഴിക്കാറില്ല അത് കഴിഞ്ഞിട്ട്. 5 വർഷമായിട്ട് മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടർ ആദ്യം ഒന്ന് ചോദിച്ചു, ഇത് സൂക്ഷിക്കേണ്ടതല്ല, നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ടെസ്റ്റിന് കൊടുക്കുന്നത്. പക്ഷെ റിസൾട്ട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലല്ലോ, നിങ്ങൾക്ക് നെഗറ്റീവ് ആണല്ലോ കാണിക്കണേന്ന് പറഞ്ഞു. അപ്പം ബ്രദറെ, ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ഒരാൾക്കും കൂടെ ഒന്നായിട്ട് ഇത് പ്രാർത്ഥനയിലൂടെ മാറിയതല്ലേ, അപ്പം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഞാനത് ഒന്നുകൂടെ പറയാം. ഈ ബ്രദർ പറഞ്ഞ പോലെ 2018 മുതൽ മരുന്ന് കഴിക്കുന്നില്ല ഇങ്ങനെ. അപ്പോൾ ഡോക്ടർമാർ, അപ്പം ഞാനിപ്പോൾ തുടക്കത്തിൽ ഇത് പറഞ്ഞ സമയത്ത് 1-2 സഹോദരിമാർ പറഞ്ഞു ഒരിക്കലും മരുന്ന് കഴിച്ചാൽ അത് മാറത്തില്ല. അത് പറഞ്ഞവരൊക്കെ മെഡിക്കൽ ഫീൽഡിലുള്ളവർ തന്നെയാണ്, നേഴ്സുമാരും ആ ഫീൽഡിലുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് ആ മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എനിക്ക് ആ വിഷയത്തെപ്പറ്റി, മെഡിക്കൽ ഫീൽഡിനെ പറ്റി എനിക്ക് അറിയത്തില്ല, ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും അതെന്ത് ചെയ്യത്തില്ല, എത്ര മരുന്ന് കഴിച്ചാലും. ഗീതാ സൗകര്യമൊക്കെ പറഞ്ഞു എത്ര മരുന്ന് കഴിച്ചാലും അത് മാറത്തില്ലെന്ന് പറഞ്ഞത് അവർ മെഡിക്കൽ ഫീൽഡാണ്. ഇപ്പം ബ്രദർ തന്നെ പറഞ്ഞു 2018 മുതൽ മരുന്ന് കഴിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ അവർ വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെട്ട് സിസ്റ്ററെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിൻസി സിസ്റ്ററെ, ബ്രദറെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് വചനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആ വചനം ആ സിസ്റ്റർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഏത് വാക്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, കേൾക്കുന്നുണ്ടോ? യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ആമേൻ. സിസ്റ്ററെ, എനിക്ക് ബ്രദർ ആ സഹോദരൻ പറയണം, യേശുവിൻ്റെ തിരുമുറിവിനാൽ. ഇതാ നമുക്ക് മരുന്ന്. ഞാൻ പറഞ്ഞില്ല, വചനമെന്ന് പറഞ്ഞാൽ മരുന്നാണ്. യേശു പറയുന്നത് ഞാൻ നല്ല വൈദ്യനാണ് എന്ന് യേശു പറയുന്നപ്പോൾ തന്നെ നമുക്ക് വചനമെന്നുള്ളത് മരുന്നാണ്. അപ്പം ഈ മരുന്ന് കഴിക്കുന്നത്, അതുകൊണ്ടാണ് അവരിത് 2018 മുതൽ മരുന്ന് കഴിക്കുന്നത്. കാര്യം മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. മെഡിക്കൽ സയൻസിൽ ഇനി അത് ഒരിക്കലും മാറത്തില്ല, എത്ര മരുന്ന് കഴിച്ചാലും അതിന് ചികിത്സയില്ല. പക്ഷേ യേശുവിൻ്റെ വചനം ഭക്ഷിച്ചപ്പോൾ ഒരിക്കലും നടക്കാത്ത അത്ഭുതം
കർത്താവ് അത് ചെയ്തു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ സിസ്റ്റർ ആ ബ്രദറിനോട് ആരാണ് രോഗിയായിരിക്കുന്നത് അവർ അടുക്ക പോയിട്ട് ഈ മരുന്ന് കഴിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ എന്നാ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനം ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മുടങ്ങാതെ ഈ വചനം അങ്ങ് പറഞ്ഞു. ഇനി എപ്പോൾ വേണേലും പറഞ്ഞു, ഏത് സമയത്തും പറയാം. നമ്മൾ പറയുന്നത് പോലെ ആഹാരത്തിന് മുമ്പോ ശേഷം അങ്ങനെ ഒന്നുമില്ല. എപ്പോൾ വേണേലും ഈ മരുന്ന് വചനം കഴിക്കാം. ഇത് കഴിച്ചോ, കർത്താവ് അത്ഭുതം. ഇതൊരു സാക്ഷ്യം കേട്ടതുകൊണ്ട് ധൈര്യമായിട്ട് ആ ബ്രദറിനെ കഴിയുമെങ്കിൽ സൗരി ഈ സാക്ഷ്യം കൊണ്ട് കേൾപ്പിച്ചോണം, ഈ വചനം അവർക്ക് അയച്ചു കൊടുത്തോണം. എന്നിട്ട് ധൈര്യത്തോടെ പറയാം നിങ്ങളെയും കർത്താവ് തൊടുവെന്ന് പറയാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ധൈര്യം ഇന്ന് തന്നെ കൊടുക്കണം കേട്ടോ. പറഞ്ഞു എന്തോ മോളി വർഗീസ് എന്നും പറഞ്ഞ ഒരു ആലോചന പറഞ്ഞില്ലേ? ആരായിരുന്നത്? അത് ഞങ്ങളുടെ തൊട്ട് നൈബറാണ് മോളി വർഗീസ്. 2 ആൺപിള്ളേര്. അവർക്കൊരു 3 സെന്റ് സ്ഥലം മുതലാളൻ പിന്നെ അളന്നു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അവരതിനെ കിടന്ന് ബുദ്ധിമുട്ടാണ്. കുറെ നാളുകളായി, 10-20 വർഷമായി അതിന്മേൽ അവർ കിടന്ന് ബുദ്ധിമുട്ടുന്നു. 2 ആൺപിള്ളേരാ ഉള്ളത്. ഒത്തിരി കഷ്ടപ്പാടാണ് അവർക്ക്. ആ ഒരു പ്രശ്നത്തിന് അവർക്ക് അളന്ന് കിട്ടിയിട്ടില്ല. അവരുടെ അപ്പനമ്മമാരായിട്ട് വന്ന് താമസിക്കുന്ന സ്ഥലമാണത്. അവരോട് പറയണം, ഇന്ന് കർത്താവ് ഇടപെട്ടതാണ്. ഈ വചനം അവരെ കേൾപ്പിക്കണം. കർത്താവ് വ്യക്തമായിട്ട് അവരുടെ പേര് വെളിപ്പെടുത്തി അവരുടെ വിഷയങ്ങൾ വെളിപ്പെടുത്തിയതാണ്. അവർ പറയും ഒന്നോർത്തേക്ക് 20 വർഷമായിട്ട് അവർക്ക് കഴിയാത്ത കാര്യം കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിലും വചനത്തിലും കൂട്ടായ്മയിലും ബലപ്പെട്ടോളം വേര് കുന്നാൻ പറ. കർത്താവ് ആ വിഷയത്തെ അത്ഭുതമാക്കി വരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഞാനിപ്പോ ഒരു സാക്ഷ്യം കണ്ടോട്ടെ. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ, കേൾക്കുന്നുണ്ട്. കണ്ണൂരിന്ന് വിളിക്കുന്നേ. പറഞ്ഞു ബ്രദർ. എന്തോ ഹലോ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ബ്രദർ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു പ്ലാവിന്റെ വിഷയം പറഞ്ഞില്ലേ? പ്ലാവ് പറഞ്ഞു സിസ്റ്ററെ. ഞാൻ പറഞ്ഞ അടയാളം എല്ലാം ശ്രദ്ധിച്ച് കേട്ടായിരുന്നോ? അത് ഞാൻ ഏറ്റെടുത്തിന്. എന്റെ അടുക്കള ഭാഗത്തുനിന്ന് ലാസ്റ്റ് അതിരിലാണ് പ്ലാവ് ഉള്ളത്. അപ്പൊ അവിടെ വേസ്റ്റ് കൂട്ടിട്ടുണ്ട്. അത് ഞാൻ മുറിക്കാൻ വേണ്ടി ആളെയാക്കിയിട്ടുണ്ട്. അപ്പൊ സ്ഥലം വിൽക്കാനും ഒരു 10 സെന്റ് സ്ഥലം വിൽക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ആളോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ബ്രദർ അത് പറഞ്ഞപ്പോ ഞാൻ ഏറ്റെടുത്തു. സ്തോത്രം, ദൈവത്തിന് നന്ദി. തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവമേ ഇന്ന് എന്റെ കാര്യം വെളിപ്പെടുത്തി തരണമെന്ന്. ദൈവത്തിന് നന്ദി. തീർച്ചയായിട്ടും ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം കർത്താവിനെ കുറിച്ച് ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുത മന്ത്രി ആയതുകൊണ്ട് നമുക്ക് വേണ്ടി അത് സീൽ ചെയ്ത് വരുവാൻ ദൈവശക്തനാണ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞാട്ടെ. ഞാൻ ഇതിന്റെ അകത്തൊരു പറഞ്ഞു. എന്റെ പേര് മാത്യു, ചാലക്കുടി നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ശക്തമായിട്ടുള്ള ചെവി വേദന ഉണ്ടായിരുന്നു ഇടതു ഭാഗത്ത്. ഞാൻ 2-3 ദിവസമായിട്ടാണ് ഈ സൂമിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ ഞായറാഴ്ച ദിവസം ശക്തമായ വേദന വന്നിട്ട് എന്റെ ഭാര്യ പറഞ്ഞു, തിങ്കളാഴ്ച നമുക്ക് പോകാം ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞായറാഴ്ച ഇന്നലെ ബ്രദറിന്റെ വചന പ്രഘോഷണങ്ങളൊക്കെ കേട്ടു. ഞാൻ ആ വചനം വെച്ചിട്ട് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് മാറ്റം ഉണ്ടായില്ല. ഞാനത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങിക്കൊണ്ട് ഞാൻ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ആ വചനം പറഞ്ഞു കിടന്നു. നേരം വെളുത്തപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള ആ വേദന പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. യേശുവേ സ്തോത്രം. എനിക്കത് വലിയൊരു അനുഗ്രഹമായ ഒരു അത്ഭുതമായിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഒരു ആമേൻ. അത് വലിയ അത്ഭുതമാണ്. ബ്രദർ പറഞ്ഞുള്ളത് തന്നെ ഭയങ്കര ചെവിവേദനയിൽ ഭാരപ്പെട്ട് തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ഇപ്പോൾ റെഡിയായിരുന്നു. ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച നമ്മുടെ സൂം പ്രെയർ ശരിക്കും പറഞ്ഞാൽ മാറ്റാണ്ടിരുന്നതാണ്. നടക്കത്തില്ലെന്ന് ഞാൻ ഓർത്താണ്. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തതാണ്. ഞാനത് യൂട്യൂബിലേക്ക് അത് മാറ്റാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഞായറാഴ്ച ബ്രദർ അത് കേട്ടു, വചനം ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. പക്ഷെ വലിയ മാറ്റമൊന്നുമില്ല. ബ്രദർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ അന്നത്തെ വചനം കേട്ടിട്ട് യേശുവിൻ്റെ മുറിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കിടന്നുറങ്ങിയപ്പോഴും വേദന ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പം 3 ദിവസമായിട്ടുള്ള അതികഠിനമായ വേദന പൂർണ്ണമായും മാറി. ബ്രദർ പറഞ്ഞു ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടുന്നത്. ബ്രദറെ, യേശു തൊട്ടതാണ്. ദൈവം തൊട്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇനി കൂടുതൽ കർത്താവുമായിട്ട് ചേർന്ന് നിന്നോണം. കർത്താവ് ഇനിയും ഉയർത്തും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒറ്റ പ്രാർത്ഥന മുടക്കരുത്, ചേർന്ന് നിന്നോണം കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞോ. ഹലോ ബ്രദർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അറിയോ, ഒരു വചനമാണ്. ആ വചനം വെച്ച് പ്രാർത്ഥിക്കാനാണ്. ആ കുടുംബത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്ര മകൻ മുരുകൻ അവർ ഈ പാലും മിൽമയാണ് ഇടുന്നത്. പെലച്ചയ്ക്ക് 3 മണിക്ക് എണിച്ച്
കുറെ ദൂരം വരെ പോവും പറഞ്ഞാൽ ഒരു 10 മണി വരെ പോവും. അത് കഴിഞ്ഞിട്ടേ വീട്ടിൽ വരില്ല. പക്ഷെ ഒരു മാസത്തില് ഒരു 8 ദിവസം ആ പയ്യൻ നന്നായിരിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസം മുഴുവൻ മദ്യപാനം, ഫ്രണ്ട്ഷിപ്പും, കുടുംബത്തിൽ പ്രശ്നവും, വീട്ടിലേക്ക് വരില്ല, വീട്ടിൽ നിന്ന് ഫോൺ അടിച്ചാൽ എടുക്കില്ല, മദ്യപാനം പറഞ്ഞ അഡിക്റ്റ്. ആ കടയിൽ തന്നെ മദ്യം കൊണ്ട് നിറച്ച് കൂട്ടാളികളോട് കൂടി ഒരു കുടുംബം വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം പറഞ്ഞാൽ പ്രശ്നം ഉറക്കുള്ളതാണ്. അപ്പൊ ഈ ഏത് വിഷയം വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയണം വചനം വെച്ച്. സിസ്റ്റർ അവരോട് പറയണം, ആ കുടുംബത്തിൽ ആരാണോ അവരോട് പറയണം, പ്രാർത്ഥനകളിൽ പങ്കുചേരണം. അവർക്ക് ആവശ്യം പ്രാർത്ഥനയും കൂട്ടായ്മയാണ്. നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവായി ഈ വചനം വെച്ച് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും എന്നുള്ള യോശുവയുടെ പുസ്തകത്തിൽ വാക്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, ഞാൻ എൻ്റെ കുടുംബവും രക്ഷകൾ കുടുംബമായിട്ട് കർത്താവിനെ സ്തുതിക്കുമെന്നും കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് അത് ചെയ്യും കേട്ടോ. ആ വചനം ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ വചനം ഞാനിപ്പോൾ സെൻഡ് ചെയ്യുന്നില്ല, ആരെങ്കിലും അതുണ്ടെങ്കിൽ അയക്കുക, അല്ലെങ്കിൽ ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും. ജസ്റ്റ് ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് ഒരു അത്ഭുതമായിട്ട് കുടുംബത്തെ മാറ്റും കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങൾ ഈ സാക്ഷ്യം കഴിവതും നിങ്ങൾ ഒരു സെക്കൻഡ് ബ്രദറെ, ഈ നിങ്ങൾ കമൻറ്റിലോട്ട് സെൻഡ് ചെയ്യരുത്. കാര്യം ഞാനിപ്പോൾ ഒരു സാക്ഷ്യം കൊണ്ട് രജനി നിട്ടേക്കുന്ന ഒരു സാക്ഷ്യം കൊണ്ട് ഇട്ടേക്കുന്ന നമ്മളിപ്പോൾ തന്നെ ലൈവിൽ കമൻറ്റ് വന്നതാണ്. 525 ഷുഗർ ഉണ്ടായിരുന്നു, മരുന്ന് കഴിക്കുന്നില്ല, ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷം 149 പ്രാർത്ഥനയിൽ മാറിയതാണെങ്കിൽ നിങ്ങളത് സാക്ഷ്യം പറയണം. എനിക്ക് ചിലപ്പോൾ ഞാനിത് പെട്ടെന്ന് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഈ സാക്ഷ്യം കണ്ടത്. ഇനി യൂട്യൂബിൽ നിങ്ങൾ സാക്ഷ്യങ്ങളും ടെസ്റ്റ് മണി ഇടുന്നവരും ഫേസ്ബുക്കിൽ സാക്ഷി ഇടുന്നവരും ഞാൻ വളരെ വൈകിയായിരിക്കും അത് കാണുന്നത്. കഴിവെങ്കിൽ നിങ്ങളെല്ലാവരും സൂമിൽ വന്ന് തന്നെ സാക്ഷ്യം പറയാൻ ശ്രമിക്കുക. ഞാൻ എന്തിനാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ കർത്താവ് തൊടുന്നത് നമുക്കത് അനുഭവിക്കുന്നതാണ്. അത് വലിയൊരു ഭാഗ്യമാണ് ദൈവം തൊടുന്നത്. അത് മറ്റുള്ളവർക്കും ഈ ഒരു സാക്ഷ്യം, നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ യേശുവിലേക്ക് വരാൻ ഇടയാണ്. അതുകൊണ്ടാണ് ഞാനത് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാതിരിക്കുക, സാക്ഷ്യങ്ങൾ മാക്സിമം വന്ന് നേരി പറയാൻ ഇടയാകുക. പറഞ്ഞു ബ്രദറെ. വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം കേൾക്കാമോ? കേൾക്കുന്നുണ്ട് ബ്രദറെ, പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, കേട്ട് വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ബാംഗ്ലൂർ പോയപ്പോ ഉണ്ടായെന്ന്. അതിന്റെ വാഹനം കിട്ടിയിട്ടില്ല, ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ആകുമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പറഞ്ഞു അത് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് ഞാൻ പോയി, എനിക്ക് എല്ലാ കാര്യങ്ങളും ദൈവം പ്രവർത്തിച്ചു. വാഹനം വിട്ടു തന്നു. പോലീസുകാർ തന്നെ ആ വാഹനം വർക്ക്ഷോപ്പിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. പിന്നെ എന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതെ തന്നെ എനിക്ക് കിട്ടി. ആമേൻ, സ്വോത്രം. വലിയൊരു അനർത്ഥമായിരുന്നു ബ്രദറിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിലും കർത്താവ് അതിൽ നിന്നൊക്കെയും മകനെ വെടിവെച്ച് നഷ്ടപ്പെട്ടു പോകേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെയും കർത്താവ് ഇന്ന് പുറത്തു കൊണ്ടുവന്നു. ആ സാക്ഷ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവം സൂക്ഷിച്ചതിന് നന്ദി. മുന്നോട്ടും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞു. കൊറോണ വന്നേ പിന്നെ ആരാധനയ്ക്കൊന്നും പോയിട്ടില്ല. എന്നാലും ഞാൻ ഇത് പറഞ്ഞിട്ടായിരുന്നു. ഈ ഞായറാഴ്ച എനിക്കൊരു ഇപ്പം ഞാൻ എറണാകുളം താമസിക്കുന്നതിന്റെ അടുത്ത് ഒരു ആരാധന എനിക്കൊരു 1 കിലോമീറ്റർ ദൂരത്തിൽ എനിക്കൊരു ആരാധന കിട്ടി. കുറച്ചു പേര് കൂടുന്നതായിരുന്നു. അവിടെ പോയി എനിക്ക് ദൈവത്തെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒരു കിട്ടി. ആമേൻ, തീർച്ചയായിട്ടും കർത്താവ് ഒരുക്കുന്ന നന്ദി പറയും. നല്ലൊരു കൂട്ടായ്മയിലേക്ക് വളരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? അല്ല ബ്രദറെ, പറഞ്ഞു. ജേക്കബ് എന്ന് പറഞ്ഞില്ലേ, അതെന്റെ ഹസ്ബൻഡ് ജേക്കബ് ആണ്. എബ്രാം ജേക്കബ് എന്നാണ് പേര്. മോനെ ആ ജയ ചേർത്താണ് ജിറ്റു എന്നാ. പക്ഷെ പാസ്റ്റർ പറഞ്ഞ ജിതിൻ എന്നാണ് പറഞ്ഞു. പക്ഷെ മോന്റെ പേര് ജിറ്റു എന്നാ പറഞ്ഞു. ജിതിന സൗകര്യം, ജിതിന എന്ന പേരിട്ട് കേട്ടോ. ജിതിൻ എന്നുള്ള പേരുമായിട്ടാണ്. ശരി. ഇന്നലെ ബ്രദർ പറഞ്ഞത് ബിസിനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം. അപ്പൊ ഇന്നലെ ഭയങ്കര വിഷമിച്ചു. ഹസ്ബൻഡ് വിളിച്ചു. പക്ഷെ ഇന്ന് കടയില് പണിക്ക് നിൽക്കുന്ന ആള് വന്നു. സന്തോഷായിട്ട് നന്ദി കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി. ബിസിനസ് അനുഗ്രഹിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് സിസ്റ്ററെ. പറഞ്ഞു. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഒരു സെക്കൻഡ്, ആരാ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇനി പറഞ്ഞു. പറഞ്ഞു.
ബ്രദർ, ഇന്ന് ഞാൻ സാക്ഷ്യം പറയാനിരുന്നതല്ല, പക്ഷെ ഇന്ന് ഞാൻ കേട്ടു HBCG ക്യൂർ ആയ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സിസ്റ്ററിനും സൗഖ്യം കിട്ടിയതാണ്. അതായത് വേറെ ഒരു രോഗിയെ കുറിച്ച് പറഞ്ഞില്ല, അത് ബലപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ സിസ്റ്ററിന് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ HBCG പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥനയാൽ മാത്രമാണ് അത് മാറിയത്. ഒരു മെഡിസിൻസ് ഒന്നും ഞങ്ങൾ എടുത്തില്ല. എൻ്റെ കർത്താവ് എൻ്റെ സഹോദരിക്ക് സൗഖ്യം കൊടുത്തതാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് കൈവിടുകയില്ല. വേറെ രോഗിക്ക് വേണ്ടി ആമേൻ. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബ്രദറെ ശ്രദ്ധിച്ചോളൂ. ജോർജ് ബ്രദറെ എല്ലാവരും കേട്ടോണം. ഒരു സാക്ഷ്യം കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് തുടരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടരാം. നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ തന്നെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തുടരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാൻ നിർബന്ധമില്ല. ഇത് കൂട്ടായ്മയാണ്, ശ്രദ്ധിക്കുക. പറഞ്ഞു സിസ്റ്ററെ. അങ്ങനെ സിസ്റ്റർ സഹോദരിക്ക് സൗഖ്യം ഹലോ തീർച്ചയായിട്ടും ഇതേ ബുദ്ധിമുട്ടിലൂടെ പോയതല്ലേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സഹോദരിക്ക് ഇതേ ബുദ്ധിമുട്ടായിരുന്നു. സൗഖ്യം കിട്ടിയതാണ്. മെഡിക്കൽ സയൻസിന് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനും അത് സാധ്യമാകുന്നു. ആമേൻ. തീർച്ചയായും അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ദൈവനാമത്തിന് മഹത്വമായിരിക്കും. ആമേൻ. തീർച്ചയായിട്ടും ഇതുപോലെ കേട്ടോ, നമ്മളൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ് നിങ്ങളുടെ വേദനകളെയും രോഗങ്ങളെയും ഏറ്റെടുത്തിരിക്കുന്നു. അത്ഭുതം നമ്മുടെ അവകാശമാണ്, നമുക്ക് കിട്ടിയിരിക്കും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ, മോളി വർഗീസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? മോളി വർഗീസിന്റെ വീട്ടിൽ നിന്ന് മരണം മാറിപ്പോയെന്ന് പറഞ്ഞില്ലേ? എന്റെ ചേച്ചിയുടെ പേര് മോളി വർഗീസ് എന്നാണ്. അപ്പൊ ചേച്ചിയാണ് മോടെ കൊച്ചിനെ വളർത്തുന്നത്. അപ്പം ആ മോന് പനി വന്ന് സീരിയസ് ആയിരുന്നേ. 2 ആഴ്ചയായി ആ പനി വന്നിട്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന അത് ബ്രദർ പറഞ്ഞത് അതാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പ്രാർത്ഥിച്ചു, അവരെ വിളിച്ചു വേണം. കർത്താവ് ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ധൈര്യമായിട്ട് ഈ ദിവസം കർത്താവുമായിട്ട് ചേർന്ന് വന്ന് മരണം മാറി ജീവൻ വെളിപ്പെടുമെന്ന് പറഞ്ഞോണം. അവരോട് പറയണം, വിശ്വാസത്തിലും ഈ ദിവസം കർത്താവിൽ ബലപ്പെടാൻ പറയണം കേട്ടോ. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റുമെന്ന് പറയണം കേട്ടോ. അവരെ ധൈര്യപ്പെടുത്തണം. അവരോട് പറയണം, കർത്താവ് കഴിയുമെങ്കിൽ ഈ വചനം അയച്ചു കൊടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ, പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ലാലമ്മ. എനിക്ക് നേരത്തെ ഞാൻ എന്റെ വസ്തുവിന്റെ ഒരു പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥനയിൽ കൂടി പറഞ്ഞു ജോർജ് എന്നൊരാള് ഇടപെടും, അത് ശരിയാകുമെന്ന്. എനിക്കങ്ങനെ കൊച്ചു കൊച്ചു തുണ്ടായിട്ട് 2-3 വസ്തുക്കളുണ്ട്. അതൊക്കെ എനിക്ക് ഒരു പ്രയാസവശത്തിൽ കൂടെ പോവുക. ആ അടുക്കള സൈഡിൽ എന്റെ വസ്തുവല്ല, ജസ്റ്റ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം അവിടം കഴിഞ്ഞാൽ വേറൊരാളുടെ വസ്തുവാ. അതും നമുക്ക് വേസ്റ്റ് ഇടാനൊന്നും അവിടെ ആ ഭാഗത്തോട്ട് നമുക്ക് പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ യൂസ് ചെയ്യുന്നു. മോനെ, ഞാൻ വരുന്നു, 1 സെക്കൻഡ്. സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ ആ വസ്തു വിഷയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ദിവസങ്ങളിൽ വചനം കേട്ടിട്ട് ആ സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് തന്നെ, ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ വചനം ഉറക്കെ പറയണം. ഉറക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫലം നമ്മൾ കാണും, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം കേട്ടോ. അത് ദൈവം അത്ഭുതമാക്കി തന്നെ മാറ്റും. 2 വിൽക്കാനായിട്ട് ആഗ്രഹമുണ്ട്. 6 സെന്റും വേറെ കുറച്ചും. അപ്പൊ അവിടെ വണ്ടി കയറത്തില്ല എന്നുള്ളൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. എനിക്ക് ആകെ പ്രയാസത്തിലങ്ങിരിക്കുകയാണ്. ഭാരപ്പെടേണ്ട സിസ്റ്റർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ വലിയ കാര്യമാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ, കർത്താവെ അങ്ങയിലൂടെ ഞാൻ നോക്കുമ്പോൾ ഇതെന്ത് എളുപ്പമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവെ അങ്ങ് എൻ്റെ കൂടെയുണ്ട്, അങ്ങാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്, ഞാനല്ല. ഇപ്പം അതിനകത്തൊരു വഴിയുമില്ല, വാതിലുമില്ല. പക്ഷെ കർത്താവിനൊരു പോംവഴിയുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി അവിടെ തുറക്കും. അത്രയും മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. പ്രാർത്ഥിക്കുകയല്ല, പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത് കർത്താവ് തെളിയിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ്. ഗോഡ് ബ്ലസ്. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഹലോ, പറഞ്ഞു. കേരളത്തിൽ നിന്നാണ്.
ഇത് ഉം, നാൻസി എന്ന് പറയുന്ന ഒരാളുടെ പേര് പറഞ്ഞിരുന്നു ബ്രദർ. ഉം. ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞു. ഒരു മിനിറ്റ്, നാൻസി ബാക്കി എന്ന് എല്ലാവരും പറഞ്ഞു. ഒരു സെക്കൻഡ് ഞാൻ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. പറഞ്ഞു ബ്രദർ നാൻസിയെ കുറിച്ച് ഒരു ആലോചന പറഞ്ഞിരുന്നു. മകളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഇപ്പം കഴിഞ്ഞ ദിവസവും നാൻസിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. നാൻസിക്ക് ഒരു വലിയ ഓപ്പറേഷന്റെ കാര്യം പറയുന്നു. അവൾക്ക് വയറ്റില് 2-3 മുഴകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 2-3 രീതിക്കുള്ള ഓപ്പറേഷനാണ് വേണ്ടിയത്. അപ്പൊ അതിനെ കുറിച്ച് നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നു ബ്രദർ. അവളെ തൊട്ടിരിക്കുന്ന എന്നുള്ള രീതിയിൽ കൂടെ ബ്രദർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവള് ഹോസ്പിറ്റലിൽ പോയി. അവൾ ദുബൈയിലാണ്. അവള് ദുബൈയിൽ പോയി. ദുബൈയിലെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 3 ഡോക്ടറെ ഒരുപോലെ കണ്ടു വേണം ഓപ്പറേഷൻ നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ അവളോട് വിളിച്ചു പറഞ്ഞു, മോളെ നിനക്ക് കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, നീ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം, സ്കാനിങ്ങിനൊക്കെ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവൾ പോയതുമൊക്കെ. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചിരിക്കുന്നത് ഇപ്പം. അപ്പൊ അതിനുശേഷം അങ്ങനെ അന്ന് പറഞ്ഞ ആലോചന കൊണ്ടായി. പിന്നെ ഇപ്പം ബ്രദർ പറഞ്ഞു, മോളെ കുറിച്ച് പറഞ്ഞു, മോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുക പ്രാഗിലെ. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് എന്തോ പറഞ്ഞെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. കർത്താവ് ഇനി അത് ഓർത്ത് ആ മകളോട് പറയണം, മോളെ ഓർത്ത് ഇനി ഭാരപ്പെടേണ്ട, അവളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടേണ്ട. അപ്പം ആകുലത അകത്ത് കയറിയിട്ട് ഇപ്പം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആകുലതയും വേണ്ട. ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുകയും തലമുറകളുടെ നന്മ കാണുകയും ചെയ്യും. ധൈര്യപ്പെടുക എന്ന് പറഞ്ഞോണം. കൈ വെച്ചുകൊണ്ട് പറയണം, കത്തി വെക്കാൻ ഇടവരത്തില്ല. ഞാൻ ഈ കംപ്ലീറ്റ് കാര്യത്തിലും യേശുവിൻ്റെ നാമത്തിൽ തിരുമുറിവിൽ എനിക്ക്, അത് മരുന്ന് തന്നെയാണ് കേട്ടോ, കർത്താവിൻ്റെ മുറിവിലുള്ളത് മരുന്ന്. അങ്ങനെ തന്നെ ഒരു മരുന്ന് ഭക്ഷിക്കുന്നത് പോലെ വചനം പ്രാർത്ഥിക്കുകയല്ല, അത് നമ്മൾ ഭക്ഷിക്കുകയാണ്. അങ്ങനെ തന്നെ പറയുള്ളൂ, വചനം ഭക്ഷിക്കുകയാണ്. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇനി ഒരു ആകുലതയും വേണ്ട, മകളെ പറ്റി ഒരു ആകുലതയും വേണ്ട. കർത്താവ് അത് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റും തന്നെ പറഞ്ഞോണം കേട്ടോ. നമ്മളോട് പറയാത്ത പല ഭാരവും പ്രിയമാക്കുണ്ട്, അത് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം ഇടപെട്ടത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. യൂട്യൂബിൽ വരുമ്പോൾ ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, എന്റെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ, പറഞ്ഞു. ഭയങ്കരമായിട്ട് തലവേദന എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഷറിനൊന്നും ഗുളികയൊന്നും കഴിക്കുന്നില്ല 3 മാസമായിട്ട്. പക്ഷെ എന്റെ ഒരു ഇടത് സൈഡ് പല്ലിനും കണ്ണിന്റെ താഴെ മൂക്കിനും ചെവിക്കും ഒക്കെ ആയിട്ട് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ എനിക്ക് ഈ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ നടന്നതും ഗുളിക മാറ്റിയതും എല്ലാം അങ്ങനെ തന്നെയാണ്. ദൈവം അത്ഭുതകരമായിട്ട് മാറാൻ കൂടുതലായിട്ട് നിന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ വന്ന് എന്നെ ഒന്ന് തൊട്ടു. ആ അത്ഭുതകരമായ വിടുതൽ എനിക്ക് സംഭവിച്ചു. അതും എനിക്കൊന്ന് സാക്ഷിക്കണമായിരുന്നു. ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ അതൊന്ന് ഇപ്പൊ നേരിട്ട് പറയുക. എനിക്ക് ഇങ്ങനെ അവസരം കിട്ടിയത് കൊണ്ട്. എത്ര നാളായിട്ടാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എനിക്ക് ചെവിക്ക് വേദനയും ചെവിക്ക് ബുദ്ധിമുട്ടും ഒക്കെ വർഷങ്ങളായിട്ടുണ്ട്. 2-3 കൊറോണ ടൈം മുതലേ എനിക്കുണ്ടത്. ആ ബുദ്ധിമുട്ടും എൻ്റെ ചെള്ളയ്ക്ക് അവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഒക്കെ ചെവിക്ക് 2-നും തലയ്ക്കും ഒക്കെ ആയിട്ട്. എന്താന്ന് പറയാം, ഡോക്ടർ ബ്രദർ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, അച്ചൻകുഞ്ഞെന്ന് പേര് പറയുന്ന ഭവനത്തിൽ നിന്ന് ഒരു വലിയ ഒരു പ്രശ്നം മാറിയിരിക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത്ഭുതകരമായ വിടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നു ഇപ്പോൾ. ആമേൻ, ആമേൻ, ആമേൻ. അത് വലിയൊരു സാക്ഷി തന്നെയാണ് സിസ്റ്റർ പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ. 3 വർഷമായിട്ട്, അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം വേദന ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് വേദനയാണ്, ചെവിയിലും ശരീരത്തിനും പറഞ്ഞു അവയവത്തിലെല്ലാം വേദനയായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് ഇടപെട്ട് അച്ചൻകുഞ്ഞിൻ്റെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു വിടുതൽ വിടുന്നു പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും കർത്താവ് വേദനയിൽ നിന്നും അത്രയും വർഷം പഴക്കം ചെന്ന 3 വർഷത്തോളം മേളിലായിരുന്നിരുന്ന ആ വേദന രോഗം എല്ലാം കർത്താവ് മാറ്റി. യേശുവിൻ്റെ മുറിവിൽ ആരോഗ്യവും സൗഖ്യവും ദൈവം കൊടുത്തു. ധൈര്യത്തോടെ ഇരിക്കുക. ഇനിയും തലമുറകളുടെ നന്മ കൊണ്ട് കുടുംബത്തിൻ്റെ മേൽ സാക്ഷ്യം കണ്ടിട്ടേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് വണ്ടിയിലേക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ സാക്ഷ്യം കമന്റ് ചെയ്യല്ലേ. ഓക്കെ, പറഞ്ഞു സിസ്റ്റർ. ഒരു സെക്കൻഡ്, രണ്ടുപേരും ഒരുമിച്ച് പറയല്ലേ. ഒരു സെക്കൻഡ് പറഞ്ഞു. ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം
മോളെ ഒരു കമ്പനി, ഡൽഹിയിലോട്ടൊരു കമ്പനി വിളിച്ചു. 3 റൗണ്ട് ഇന്റർവ്യൂ നടന്നു. 3 ഇന്റർവ്യൂവിലും അവൾ പാസ്സായി. ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവസാനം ഇന്നലെ HR വിളിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാന് നന്ദി പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഇന്റർവ്യൂവിൽ HR വിളിച്ചിട്ട് പറഞ്ഞു, ഏതാണ്ടൊക്കെ കുറേ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇത്രയും സാലറിക്ക് യോഗ്യമല്ല, അങ്ങനെ കുറേ. പക്ഷെ അയാളങ്ങനെ അമേരിക്കയിൽ നിന്ന് അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് വളരെ ഇതായിട്ട് സംസാരിച്ചാണ് മോളോട്. അപ്പം ആ മനുഷ്യന്റെ മനസ്സ് മാറി എല്ലാം നല്ല രീതിയിലായി. തരാൻ ഇത്രയും നന്ന ദൈവത്തിന് ബാക്കിയും കൂടെ സാധ്യമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ സാക്ഷ്യം പറയുന്നു. അടുത്തതും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാണ്ട് തമ്പുരാൻ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കണേന്ന്. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞ ഇപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ തന്നെ അത്ഭുത സാക്ഷ്യമായിട്ട് ആ വിഷയം മാറിയിരിക്കുന്നു കേട്ടോ. ഇനി അതിൻ്റെ മേലൊരു പ്രാർത്ഥനയില്ല. കർത്താവ് അത് തന്നതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി, അനുകൂലമായി വെളിപ്പെട്ടതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ആമേൻ. അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. പറഞ്ഞു 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 3 വർഷമായിട്ട് മുഖത്തെ സ്കിന്നിന് ഒരു അലർജി, സൺലൈറ്റിന്റെ അലർജി ആയിരുന്നു. അപ്പം ഒത്തിരി മരുന്നും ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പം എന്നിട്ടും അത് മാറുന്നില്ല. എന്നാലും ഞാൻ യൂട്യൂബിൽ നമ്മുടെ സൂം പ്രയറിൽ കയറിയപ്പോൾ മുതൽ മരുന്നുകളൊന്നും പിന്നെ കഴിച്ചില്ല. എനിക്ക് ഈ പ്രയറിലൂടെ കുറേ സൗഖ്യങ്ങൾ കിട്ടി. ഞാൻ അതെല്ലാം സാക്ഷ്യം പറഞ്ഞതാണ്. എന്നാൽ ഇത് പറയാതിരിക്കുമ്പോൾ എനിക്ക് ഭാരമാണ്. ഇപ്പോൾ 2 മാസം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. അന്ന് മുതൽ തിരുവചനത്തിന്റെ തിരുമുറിവിലെ രക്തത്താൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോഴ് ആ സൺലൈറ്റിന്റെ ഒത്തിരി വെളുത്ത പാടുകളായിരുന്നു മൂക്ക്, അതുപോലെ ചുണ്ടിന് ചുറ്റും താടിയില. അപ്പം അതെല്ലാം ഇപ്പം മാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ എല്ലാം പ്രത്യക്ഷമായി. കർത്താവ് എനിക്ക് വലിയവ ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര വർഷമായിട്ട് അത് ഉണ്ടായിരുന്നു? 3 വർഷം കൊണ്ട് ഞാൻ സ്കിന്നിന്റെ ഡോക്ടേഴ്സിന്, അതും ഒരു പ്രാവശ്യം പോകണമെങ്കിൽ 4000 രൂപയൊക്കെ ആയിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ചെലവ്. എന്നിട്ടും ഒന്നും അത് മാറിയില്ല. പല ഡോക്ടേഴ്സിനെ കാണിച്ചു, എങ്കിലും അത് മാറിയില്ല. ഇപ്പോഴും ഞാൻ ഈ പ്രാർത്ഥന കൊണ്ടാണത് മാറി കിട്ടിയത്. ഭയങ്കര അതിശയമാണ് എന്റെ ജീവിതത്തിൽ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നടുവേദന പോലെ ഒത്തിരി രോഗം സൗഖ്യമായെങ്കിലും ഈ ഒരു രോഗം മാറാതെ ഇരിക്കുമായിരുന്നു. അപ്പൊ എനിക്കതൊരു ഭയങ്കര അത്ഭുതമായി. അതുപോലെ ബ്രദറെ, ഇന്നലെ 3-4 ബിസിനസ് ചെയ്ത് ഫെയിലിയർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തൊടുന്നു എന്ന് ഇന്നലെ ബ്രദർ ഒരു ആലോചന അറിയിച്ചായിരുന്നു. അത് മരുമകന് വേണ്ടി ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത് സിസ്റ്റർ പറഞ്ഞാൽ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. സിസ്റ്റർ പറഞ്ഞു കേട്ടല്ലോ, സ്കിന്നിൻ്റെ 3 വർഷമായിട്ട് വെള്ളപ്പാട് പോലെ മുഖത്ത് വന്നുകൊണ്ടിരുന്ന ഒരു അസ്വസ്ഥതയായിരുന്നു. ഒരു ഡോക്ടറെ കാണാൻ തന്നെ 4000 രൂപ മേളിലാണ് അതിൻ്റെ ഫീസ് സിസ്റ്റർ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും ചിലവുകളുണ്ടായിരുന്നു. ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും അത് മാറുന്നില്ലായിരുന്നു. അങ്ങനെയാണ് സിസ്റ്റർ വചനം കേൾക്കാൻ തുടങ്ങിയത്. വചനം കേട്ട് മരുന്ന് ഇനി ചെയ്യാനൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ വചനം കേട്ട് അത് വചനം അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, വചനം അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സിസ്റ്റർ പറഞ്ഞിട്ട് അതെല്ലാം മാഞ്ഞു പോകാൻ തുടങ്ങി, അതെല്ലാം വ്യത്യാസം വരാൻ തുടങ്ങി. കർത്താവ് സിസ്റ്ററെ തൊട്ടതാണ്, പറഞ്ഞ പോലെ നടുവേദന കർത്താവ് സൗഖ്യമാക്കിയതാണ്. അതുകൊണ്ട് സിസ്റ്ററെ കർത്താവ് തൊട്ടിരിക്കുകയാണ്. ഈ സാക്ഷ്യം കേൾക്കും ഇതുപോലെ സ്കിൻ അലർജി ആയിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ കൈ എടുത്ത് വെച്ചോണം. നിങ്ങൾക്ക് ഇനി ഒരു ട്രീറ്റ്മെൻറ്റും ഇനി ഒരു മരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴും ഇനി ഒരു മെഡിക്കൽ സയൻസിന് ഉത്തരവില്ലെങ്കിലും കർത്താവിൻ്റെ മറുപടിയുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ ഇതിന് മറുപടിയുണ്ട്. കർത്താവ് അത് ചെയ്തിരിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിച്ചതും സൗഖ്യമാക്കിയതും നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. സജീവന്റെ പേര് പറഞ്ഞിരുന്നല്ലോ ബ്രദറെ. അത് എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഏറ്റെടുത്തോ സിസ്റ്ററെ. പറഞ്ഞു. രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ദൈവകൃപയിലായിരുന്ന ഒരു മകനായിരുന്നു. പിന്മാറ്റത്തിലേക്ക് പോയി. അവര് തിരിച്ചു വരണം ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് ഇടപെട്ടതാണ്. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഇന്ന് ആ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുന്ന ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അത്ഭുതമാക്കി മാറ്റാനിടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് വണ്ടിയിലേക്ക് കേട്ടോ. ആമേൻ. പറഞ്ഞു 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 പറയാനുണ്ട്. ഒരു തന്നു നിന്ദിച്ചവരുടെ മാനിച്ചു നിർത്തി. ദൈവത്തിന് നന്ദി.
ആമേൻ. കർത്താവ് പറഞ്ഞ പോലെ കർത്താവ് നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം മാനിച്ചു നിർത്തി. കർത്താവിൻ്റെ വചനം കേൾക്കുന്നതോടെ ഞാൻ പറയും, നിങ്ങളുടെ നിന്ദയെ കർത്താവ് ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തല കുനിച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾ തല കുനിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോണം, നോട്ട് ചെയ്തോണം, മറക്കരുത്. അവിടെ തന്നെ ബസ് പറഞ്ഞ പോലെ തന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം ഉയർത്തുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലസ് സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ, പ്രൈസ് ലോർഡ്. പറഞ്ഞോ കേക്കാവോ ബ്രദറെ? പറഞ്ഞോ. ബ്രദറെ, ഇന്ന് കേട്ട വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എനിക്ക് വേണ്ടപ്പെട്ടത് തന്നെയായിരുന്നു. കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാനൊരു എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റിസൾട്ടിനോടനുബന്ധിച്ച് എല്ലാ തവണ ഇങ്ങനെ തന്നെയാണ്. ഞാൻ വിശ്വാസം പറഞ്ഞെല്ലാം ഇങ്ങനെ പോകും. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ പാറമേൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെയാണ്. എന്റെ ഉള്ളിലങ്ങ് വചനം കേട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം ഒരു പരീക്ഷാ സമയം വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ വീണു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. കാര്യം ഈ കഴിഞ്ഞ മാസം ഞാനൊരു എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. ഞാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചപ്പോൾ അവരും ഇങ്ങനെ പറഞ്ഞു എക്സാം പാടായിരുന്നു, അപ്പൊ ഇതെന്താണ് കട്ട് ഓഫ് കുറയും എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ആൻസർ കീ വരണ വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വാസം എല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നേ. ആൻസർ കീ വന്നു കഴിഞ്ഞതിന് ശേഷം എന്നെ അങ്ങോട്ട് ആകുല ചിന്തകൾ എന്നെ അങ്ങ് ഞെരുക്കാനായിട്ട് തുടങ്ങി. ഞാൻ കാര്യം എഴുതി വെച്ചിരിക്കുന്നതാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ ജയിക്കും, ഞാൻ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു, ഞാൻ എഴുതി എന്റെ ബൈബിളിനുള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ടും എനിക്കങ്ങ് പറ്റുന്നില്ല. എന്നെ ഞെരുക്കി കളയുക. മുള്ളുകളുടെ ഇടയ്ക്ക് വിതയ്ക്കപ്പെട്ട വചനം പോലെ ഈ പറഞ്ഞ പോലെ അങ്ങ് ഞെരുക്കാണ് എന്നെ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹന്ന ഹൃദയം പറഞ്ഞ പോലെ ഞാൻ ദൈവസന്നിധിയിൽ കരയുവാണ്. എനിക്ക് അതരങ്ങൾ കൊണ്ടൊന്നും എനിക്ക് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് ഇതിൽ കയറുന്നതാണ്. കയറിയതേ എനിക്ക് കേട്ട വചനം ഇങ്ങനെയായിരുന്നു. അപ്പൊ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ അത് പേഴ്സണലി എനിക്കത് വളരെ വേണ്ടപ്പെട്ട രീതിയിലായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ എന്ന് ഞാൻ പറയുമായിരുന്നു ചെയ്ത ദേവാസം. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് ഏറ്റെടുത്ത് ആ വചനം പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് തന്നെ കർത്താവ് വചനം പോലെ തന്നെ ജീവിപ്പിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ. ധൈര്യത്തോടെ ഇരുന്നോണം. ആ വചനം പറയുമ്പോൾ ധൈര്യം തന്നെ ഉണ്ടാകും കേട്ടോ. ഗോഡ് ബ്ലസ് സിസ്റ്ററെ. കർത്താവ് സാക്ഷ്യമാക്കിയ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. എന്തോ പറഞ്ഞോ. ഞാൻ ഒരു ദിവസം അവിചാരിതമായിട്ട് യൂട്യൂബില് ബ്രദറിന്റെ പ്രെയർ കേട്ടു. അങ്ങനെ ജൂലൈ 1 മുതൽ ഞാൻ ഈ പ്രെയർ മീറ്റിംഗ് കയറാൻ തുടങ്ങി. ജൂലൈ 1 ഞാൻ പ്രെയർ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരാളെ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം അതത്ര ശ്രദ്ധ കൊടുത്തില്ല. പിന്നെ എനിക്ക് 22 വർഷമായിട്ട് 22 വർഷത്തിന് മുൻപ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അന്നേരം അതിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം ഈ പ്രെയർ മീറ്റിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞ് ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അത് രാവിലെ ആയപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ശക്തി കിട്ടി. എന്ന് ഞാൻ ഫാദറിനിലേക്ക് കടുങ്കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പോയി കിടക്കുമായിരുന്നു. ഞാനിങ്ങനെ കിടക്കുന്നതിന് എന്നെ എല്ലാവരും വഴക്ക് പറയുമായിരുന്നു. എല്ലാവരും പറയും, നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാന്ന് പറയുമായിരുന്നു. എപ്പോഴും എനിക്ക് കിടപ്പായിരുന്നു. പിന്നെ എല്ലാവരും എന്നോട് പറയും, നീ കുറച്ചു നേരം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഉള്ളിന്റെ ഉള്ളില് പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. എനിക്കതിന് സാധിക്കുന്നില്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഈ പ്രയറിൽ പങ്കെടുത്തു കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ശക്തി എനിക്കുണ്ടായിരുന്നു. പിന്നെ ആ കിടക്കണം എന്നുള്ള ആ ചിന്ത അങ്ങ് മാറി. ഇപ്പൊ ഞാൻ പകൽ കിടക്കുന്നതേ ഇല്ല. ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ 22 വർഷമായിട്ട് സിസ്റ്റർ ഡിപ്രഷൻ്റെ ബുദ്ധിമുട്ടിനാൽ മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു. അത് നിമിത്തം ഉണ്ടായി എപ്പോഴും കിടക്കണം, ക്ഷീണവും ബുദ്ധിമുട്ടും അങ്ങനെ ടെൻഡൻസി ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഉത്തരവാദിത്തം 22 വർഷമായിട്ട് സിസ്റ്റർ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ വചനം കേൾക്കാൻ തുടങ്ങി. ആ വചനം കേട്ട അന്ന് രാത്രി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് മുതൽ
പ്രിയ സിസ്റ്റർക്ക് ആ ക്ഷീണം കിടക്കണം എന്നുള്ള ടെൻഡൻസി, നമുക്കറിയാം ഡിപ്രഷൻ വരുന്ന ഒരാൾക്ക് അറിയാം, എപ്പോഴും നമ്മളിങ്ങനെ മൂടിയായിട്ട് വല്ലാത്ത രീതിയിലേക്ക് പോകും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ. പക്ഷേ സിസ്റ്റർ പറയുകയാണ് ഇപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല, ഉറക്കം എഴുന്നേൽ വലിയൊരു ശക്തി ശരീരത്തിലേക്ക് വന്നു, ഒരു ബലം ഉണ്ടായി, ക്ഷീണം മാറി. അതിൻ്റെ അർത്ഥം കർത്താവ് ആ ഡിപ്രഷൻ്റെ സ്പിരിറ്റിനെ എടുത്ത് മാറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം. 22 വർഷമായിട്ട് മരുന്ന് കഴിപ്പിച്ച് കിടത്താൻ നോക്കിയതിനെ കർത്താവ് തൊട്ടു, ശക്തി അയച്ച് ദൈവം സൗഖ്യമാക്കിയതിൻ്റെ അടയാളമാണ് സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് തൊട്ടിരിക്കുന്നു, ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവിൻ്റെ തിരുമുറിവാണ് എന്ന് സൗഖ്യം വന്നിരിക്കുന്നത്, ഇനി ഒരിക്കലും വരത്തില്ല. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോട്ടെ. പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ. എൻ്റെ മോന് ഒരു അസുഖം ഉണ്ടായിരുന്നു, വാദത്തിന്റെ ഒരു അസുഖം. അത് ഒത്തിരി ഡോക്ടർമാർ പറയുന്ന മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, ശ്വാസം, പിന്നെ ഇഞ്ചക്ഷനുണ്ട് ഓരോ മാസവും. ആദ്യമൊക്കെ അതിന് 25,000 രൂപയുണ്ട്, ഇപ്പം കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാറുന്നില്ല, ഇപ്പം വീണ്ടും നല്ല പെയിനായി, ജോയിൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റിഫ് ആകുന്ന പോലെ, ഒരു വല്ലാത്ത ഒരു കഷത്തിലൊക്കെ കുരുക്കളും ഒക്കെ, ഇപ്പം നല്ല പെയിനൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് ഈശോയുടെ നാമത്തിൽ അത് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങോട്ട് മാറുന്നില്ല എൻ്റെ ബ്രദറെ. എന്താ മോൻ അടുത്തുണ്ടോ? മോനെ അടുത്തുണ്ട്. കൈ വെച്ചോ, മോന്റെ മേലേക്ക് ഒന്ന് കൈ വെച്ചേ. കൈ വെച്ചോ? ഇല്ല, ഒരു സെക്കൻഡ് ബ്രദറെ. മോനെ മോനോട്ടോ മോൻ തുറന്നേ, പെട്ടെന്ന് വിളിച്ചോട്ടോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ഇന്ന് ബ്രദർ കൈ വെക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ജോയിൻറ്റ് പെയിൻ ആയിക്കോട്ടെ, ഇന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അത്രയും വലിയ തുക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് അത് അവസാനിക്കുകയാണ്. ബ്രദർ പറഞ്ഞോണ്ട് യേശുവിൻ്റെ മോൻ്റെ ഏതാണ് ബുദ്ധിമുട്ട്, രോഗം, അത് ക്രൂശിൽ വഹിച്ചു. കർത്താവ് മകൻ്റെ രോഗത്തെ എടുത്തതാണ്. കർത്താവിൻ്റെ മുറിവിലുള്ള സൗഖ്യത്തെ ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞോണം. കർത്താവ് മകൻ്റെ രോഗത്തെ എടുത്തു. കർത്താവിൻ്റെ സൗഖ്യത്തെ ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമെന്ന് പറയുക. ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ഒരുമിച്ചൊന്ന് അനുഗ്രഹിക്കുക. കർത്താവെ, ആ ബുദ്ധിമുട്ടിൻ്റെ കുഞ്ഞിൻ്റെ മേളിൽ ഞങ്ങൾ പുറത്താക്കി. ഇനിയൊരു പൈസ അവിടെ ചിലവാകത്തില്ല, ഇനിയൊരു പൈസ ഹോസ്പിറ്റലിൽ കൊണ്ട് കളയത്തില്ല, ഇനിയൊരു പൈസ ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾ കളയത്തില്ല. ഇപ്പോൾ കൽപ്പിക്കുന്ന രോഗാത്മാവിനെ, രോഗശക്തികളെ ആ കുഞ്ഞിൻ്റെ മേളിൽ നിന്ന് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവ് ഞങ്ങളുടെ അവകാശമാക്കി ക്രൂശിൽ യേശു തന്നിരിക്കുന്നപ്പ, അങ്ങേക്കാൾ വലുതല്ല രോഗം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവെ, അങ്ങ് മകൻ്റെ മേൽ പ്രവർത്തിച്ചിരുന്ന ഈ നിമിഷം മുതൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് തൊട്ട് അടയാളം ഇന്ന് രാത്രി തന്നെ, ഇപ്പോൾ നിമിഷം തന്നെ ശരീരത്തിൻ്റെ മേലേക്ക് അഭിഷേകത്തിൻ്റെ അഗ്നി കത്തട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പം മുതൽ മകൻ്റെ ശരീരത്തിൻ്റെ മേലെ വ്യത്യാസം കാണും, ശ്രദ്ധിച്ചോണം. ഇപ്പോൾ മുതൽ ആ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ മുതൽ പറഞ്ഞോണം, കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദിയും തന്നെ പറഞ്ഞോണം. കർത്താവ് തൊട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ മേടിക്കുക, പറയുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ചെക്ക് ചെയ്യുക കേട്ടോ, ചെക്ക് ചെയ്യുക. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? ബ്രദർ പറയട്ടെ. പറഞ്ഞോ ബ്രദർ. നേരത്തെ പറഞ്ഞ അടുക്കളയുടെ ഭാഗത്തുനിന്ന് കോർണറിൽ നിൽക്കുന്ന പ്ലാവിന്റെ കാര്യം പറഞ്ഞില്ലേ ബ്രദർ? അതിന്റെ വീട്ടിലും അങ്ങനെ ഒരു പ്ലാവ് ഉണ്ട്. പക്ഷെ ആ പ്ലാവ് ഒരു വലിയ പ്ലാവാണ്. അത് അതിന്റെ പുറത്ത് എന്തോ രോഗം വന്നിട്ട് അതിന്റെ തൊലി പൊളിഞ്ഞിളകുന്നു. അപ്പോൾ അത് മുറിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, മുറിച്ച് വിൽക്കാനായിട്ട് അത് മുറിച്ചാൽ വീട്ടിനകത്തുനിന്ന് കൊണ്ടുപോകണമെങ്കിൽ മതിൽ പൊളിക്കണം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വിഷമിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ആ മരത്തിൽ തൊട്ട് സൗഖ്യമാക്കണേന്ന് പറഞ്ഞ്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ അത് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാക്ഷിയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തോണം. ആ കാര്യങ്ങളെ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ഭാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തോണം. അതിൻ്റെ കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി വഴി തുറക്കും, ഞാൻ ഈ ദിവസങ്ങളിൽ അത് കാണും എന്ന് തന്നെ പറഞ്ഞോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റുക തന്നെ ചെയ്യും കേട്ടോ. ധൈര്യത്തോടെ ഇരുന്നോണം, അത്ഭുതമാക്കി മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കും സാക്ഷ്യം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് പറഞ്ഞു. എന്റെ മകന് കാലിൽ ഇങ്ങനെ ഒരു ഞരമ്പ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്നിട്ട് കാല് കഴപ്പ് വേദന അങ്ങനെയൊക്കെയുള്ള ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ
കുറെ ആയുർവേദത്തിലൊക്കെ പോയി ട്രീറ്റ് ചെയ്യും. മെഡിസിൻ കുറെ കഴിക്കുക ആള് പിന്നെ അങ്ങ് മടിയാണ്. അപ്പം കീബോർഡൊക്കെ വായിക്കുന്നൊക്കെ ആളാണ്. പ്രയറൊക്കെ ഉള്ളതാണ്. അപ്പം കുറച്ച് സമയം ഇന്നിപ്പോ അങ്ങനെ എന്റെ മുന്നിൽ ഇരുന്നായിരുന്നു. പിന്നെ അങ്ങ് പോയി ഉറങ്ങാനായിട്ട് പോയി. അപ്പം അതിങ്ങനെ അവസാനം നമ്മളിങ്ങനെ ഒരു വൈദ്യനെയൊക്കെ കൊണ്ട് കാണിച്ചപ്പം അത് ഭയങ്കര അത് വേറെ ആർക്കും ഇല്ലാത്തതാണ്, അത് വലിയ പാടാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ തടവാനൊക്കെ പോകണം, തടവുമ്പോഴത് അതിൻ്റെതായ രീതിയിലൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആളിന് പേടിയായി, അങ്ങനെ പോകാതിരിക്കുവാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രയറിന് ഇരിക്കുമ്പോ എൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ഈ പ്രയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് മാറും, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്നും പറഞ്ഞൊക്കെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആളെപ്പോഴും അത് എന്റെ മുന്നിൽ കാലിഞ്ഞെടുത്ത് മുന്നിൽ തരും. ഇപ്പം വേറൊരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത് മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നതിന്. തീർച്ചയായും സിസ്റ്റർ കൈ അവിടെ വെച്ചോണം, മകന്റെ മേൽ കൈ വെച്ചോണം, കൈ വെച്ച് പറഞ്ഞോണം യേശു മകന് കിടക്കാനായിട്ട് പോയി. നാളെ ഞാൻ ഇപ്പൊ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും സിസ്റ്റർ അവനോട് പറയണം, അവൻ്റെ കൈ വെച്ചിട്ട് ഉറങ്ങി എണീസിന് ശേഷം സിസ്റ്റർ കൈ വെച്ചിട്ട് പറഞ്ഞോണം കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഏത് ഇനി ചികിത്സ നമ്മൾ തുടക്കത്തിൽ കേട്ടല്ലോ സാക്ഷ്യം, ഡോക്ടർ മെഡിക്കൽ സയൻസിൻ്റെ ഒരു മരുന്നില്ല, പക്ഷേ കർത്താവിന് അത്ഭുതം ചെയ്തതുപോലെ എൻ്റെ മകന് വേണ്ടി കൈ വെച്ച് എല്ലാ ദിവസവും അത് കാണുന്നത് വരെ പറയുവാനാണ് നമ്മളോട് ദൈവം പറഞ്ഞേക്കുന്നത്. ധൈര്യമായിട്ട് പറഞ്ഞോണം, കർത്താവ് ആ ബുദ്ധിമുട്ട് മാറ്റിയിരിക്കും. ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പോൾ പ്രിയ സിസ്റ്റർ പറയുമ്പോൾ കൈ വെക്കുമ്പോൾ യേശുവേ ആ ഒരു അഭിഷേകത്തെ ഞങ്ങൾ പകരുന്നു, രോഗശാന്തിയെ പകരുന്നു, രോഗസൗഖ്യത്തെ പകരുന്നു. അത് തൊടുമ്പോൾ തന്നെ മകൻ്റെ ശരീരത്തിന് മേലെ അത് പകരപ്പെടുന്നല്ലോ. വലിയ സാക്ഷ്യമായി തീർന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഹലോ പറഞ്ഞോ. ഞാന് അതിനകത്ത് ചേർന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യും, പലരെയും തലേ കൈവച്ചാൽ നമുക്കിത് കിട്ടുള്ളൂ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ ഞാനിങ്ങനെ പലർക്കും അതൊക്കെ ഒരു ദിവസം കോട്ടയത്ത് ഇടയ്ക്ക് നിന്നു, അപ്പൊ അത് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ആ സമയത്താണ് ഞാൻ ഇത് കേൾക്കുന്നത്. പക്ഷെ ഞാൻ അതെന്റെ മറ്റേ യൂട്യൂബിലുള്ള 3-4 ദിവസം അടുപ്പിച്ച് തന്നെ കുറേ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് സൂമിൽ നേരെ കയറി ഈ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ ഞാനാണെങ്കിൽ എനിക്ക് വീടും സ്ഥലമൊന്നുമില്ല, വാടകയ്ക്ക് താമസിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, 5 അപ്പവും കൊണ്ട് 5000 പേർക്ക് പോഷിപ്പിച്ചതുപോലെ ഒരു മിറാക്കിൾ നടക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 2020 ഒരു അപേക്ഷ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർ വിളിച്ചായിട്ടൊന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. അത് വന്ന് പിന്നെ ഒരെണ്ണം എന്റെ മോന് +2 പഠിക്കണേ. അപ്പൊ അവന് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നു, 6 വർഷമായിട്ട് കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഡോക്ടർമാരെയൊക്കെ കാണിച്ചു പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷെ അവന്റെ കണ്ണ് പഠിക്കാൻ പറ്റും, ഭയങ്കര അസ്വസ്ഥതയാണ്, നന്നായിട്ട് പഠിക്കും, പക്ഷെ പഠിക്കാൻ പറ്റത്തില്ല അങ്ങോട്ടേക്ക്. അപ്പം ഞാൻ ഇതുപോലെ അവൻ നവോദയ പഠിക്കുന്നത് തന്നെ ഞാൻ ഇന്നലെ പോയപ്പോ ഈ സൂമിലുള്ള ഒരു മീറ്റിങ്ങിന്റെ അധികം നേരം 15 മിനിറ്റ് ഇത് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ കേൾപ്പിച്ചു കൊടുത്ത പരിസമാവ് നമ്മളോട് ഒഴുകുന്നത്, കണ്ണുകളിൽ കൈകളിലൂടെ ചെയ്യുന്നു, മറ്റു കുട്ടികളോട് പ്രാർത്ഥിക്കാൻ പറയണം. പിന്നെ ഇവന്റെ കണ്ണ് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഫോൺ വിളിക്കുമ്പോൾ ഇതിനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് ഓക്കെ ആയി, ഇത് മാറി. 6 വർഷമായിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവൻ മറ്റു കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വചനത്തിൽ ബലപ്പെടാൻ കഴിഞ്ഞു ശക്തമായിട്ട് പോലെ. ഈ വചനം വെച്ചിട്ട് എന്റെ തിരുമുറിവിനാൽ സൗഖ്യമാണെന്നുള്ള വചനവും ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കുന്നു. അപ്പൊ അവരെ ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പൊ ഭയങ്കര ധൈര്യമായി. ആമേൻ ആമേൻ. നന്ദി കർത്താവേ. വലിയൊരു സാക്ഷ്യമാണ് 2 സിസ്റ്റർ പറഞ്ഞത്. ഒന്ന് സിസ്റ്റർ യാദൃശ്യമായിട്ടാണ് നമ്മുടെ വചനം കേട്ട്, അതിനുശേഷം യൂട്യൂബിൽ കയറി കുറേ വചനം കേട്ട് ഒരു ബലം മനസ്സിലുണ്ടായി. അങ്ങനെ സിസ്റ്റർക്ക് ഒരു ധൈര്യവും വിശ്വാസവും ഉണ്ടായി. സിസ്റ്റർ പ്രാർത്ഥിച്ച് കർത്താവ് എനിക്കൊരു ഭവനം വേണം, സ്വന്തമായിട്ടൊരു ഭവനം വേണം, അവകാശം പറഞ്ഞു പ്രാർത്ഥിച്ചു. 2020 മറ്റോ കൊടുത്തിട്ടൊരു അപേക്ഷയാണ്, അത് ലഭിക്കുവാൻ ഇത് തുറന്നു വരുവാൻ ഇടയാത്തത്. മാത്രമല്ല 6 വർഷമായിട്ട് മകൻ്റെ കണ്ണിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു 6 വർഷമായിട്ട്. എന്നാൽ ഈ വചനം കേട്ടു അവന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ചു, അത് പൂർണ്ണമായും കർത്താവ് സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു.
കർത്താവ് കൊടുത്ത ബലത്തിനും ധൈര്യത്തിനും വിശ്വാസം നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഈ വചനം പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന പ്രിപ്പയർ ചെയ്യുന്ന വചനങ്ങളല്ല ഇപ്പോഴും ദൈവ ആത്മാവ് തരുന്നതായതുകൊണ്ട് നിങ്ങൾ കേൾക്കും തോറും ഈ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഈ വചനത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ മേൽ പകരപ്പെടും. ധൈര്യം ഉണ്ടായതുപോലെ സിസ്റ്റർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശക്തി കൊടുത്തതുപോലെ, മകനെ സൗഖ്യമാക്കിയതുപോലെ, ഭവനം ലഭിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നന്മകൾ ദൈവം നിറയ്ക്കേണ്ടതിനും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മ ആചരിക്കുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. അതെ, ഞാന് ഈ ഒരു കമന്റ് നമ്മുടെ ഇതിലെ ഗ്രൂപ്പില് ഇപ്പൊ ഒരു ജോൺസൺ എന്ന് പറഞ്ഞ ബ്രദർ, ആൾക്ക് വല്ലാത്ത ഒരു സാമ്പത്തിക പ്രയാസം പറയുന്നുണ്ട്. പിന്നെ അപ്പൊ അതിന് ഞാൻ കുറച്ച് വചനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും എന്നൊരു ഒരു 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 അഭിപ്രായമുണ്ട്. ഞാൻ കുറച്ചു നേരമായിട്ട് അദ്ദേഹമായിട്ട് മെസ്സേജിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ മേൽ ബ്രദറെ ഈ ദിവസങ്ങളിൽ പറഞ്ഞോണം, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കുമെന്ന് പറഞ്ഞോണം. നന്മ കാണും നമ്മുടെ മുമ്പിലെ. ഞാൻ എപ്പോഴും പറയണം, നമ്മൾ വിശ്വാസത്താൽ വിളിച്ചു പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മളിലേക്ക് പ്രവേശിക്കും. ആ വചനം നമ്മളിൽ മുളയ്ക്കുവാനിടയെത്തീരുന്നു. അതുകൊണ്ട് കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ കടഭാരത്തിൻ്റെ ദുരാത്മാക്കളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. നന്മ തുറന്നു വരട്ടെ, സാമ്പത്തിക കുരുക്കുകൾ അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നന്മ നിറയട്ടെ, ശേഷിപ്പുണ്ടാകട്ടെ. 12 കൊട്ട കർത്താവ് ഇന്ന് ആഹാരം കഴിച്ച് തൃപ്തി വന്നതിന് ശേഷം ഒരു ശേഷിപ്പുണ്ടായതുപോലെ പ്രിയമകൻ്റെ ജീവിതത്തിലെ ശൂന്യമായ അവസ്ഥകൾ മാറട്ടെ, നിറവുണ്ടാകട്ടെ. ഇനി ഈ ദിവസം കടഭാരത്താൽ ആരൊക്കെ ഭാരപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുവാണ്. നിങ്ങളോട് ഞാൻ പറയുന്നൊരു വാക്ക് കേട്ടോണം. നമ്മുടെ ജീവിതത്തിൽ പറയണം, എനിക്ക് ശേഷിപ്പുണ്ടാകും. ഇന്ന് ചിലപ്പോൾ ഒരു മിച്ചം ഉണ്ടാകത്തില്ല, കിട്ടുന്ന കാശ് മൊത്തം പൊക്കോണ്ടിരിക്കുമായിരിക്കും. പറയണം, എൻ്റെ കാശ് ഹോസ്പിറ്റലിൽ പോകത്തില്ല, എൻ്റെ നന്മ പാഴായി പോകത്തില്ല. ബൈബിൾ പറയുന്നു, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്ന വചനം പറഞ്ഞു. അതുകൊണ്ട് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, സാമ്പത്തിക നന്മയായിക്കോട്ടെ, നിങ്ങൾ പറയണം, എൻ്റെ നന്മ നഷ്ടപ്പെടത്തില്ല, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടത്തില്ല, ഒരു പൈസ പോലും പാഴായി പോകത്തില്ലെന്ന് പറഞ്ഞോണം. കർത്താവിൻ്റെ നാമത്തിൽ പറയുന്നത് കൊണ്ട് അത് നിശ്ചയമായും സംഭവിക്കും, അത് അത്ഭുതമായി തീരും. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന സഹോദരനെ ബ്ലെസ് ചെയ്യുന്നു. മറ്റാരെങ്കിലും ഈ ദിവസങ്ങളിൽ കടഭാരം അനുഭവിക്കാനല്ല യേശു നമ്മളെ, ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ എത്ര കടമുണ്ടെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക്, അത് മാറി, ഇത് കോടികളാണെങ്കിൽ പോലും എനിക്കറിയത്തില്ല. ഇനി എങ്ങനെ അത്ഭുതം ഉണ്ടാവുമെന്ന് നമ്മൾ തല പുകഞ്ഞ് ചിന്തിക്കേണ്ട, സ്റ്റോപ്പ് ചെയ്യുക, ദൈവം ചെയ്തിരിക്കും. നമുക്ക് വേണ്ടി കർത്താവ് വഴി തുറന്നിരിക്കും, നമുക്ക് വേണ്ടി ദൈവം അത്ഭുതമാക്കി മാറ്റിയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകണം. കർത്താവ് അത് ചെയ്യും, ദൈവം അത് ഉറപ്പിക്കും, വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുമല്ലോ. നമുക്കിനിയും സാക്ഷ്യങ്ങളെ തുടർമാനമായിട്ട് കേൾക്കാം. വലിയ വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ് കർത്താവ് ചെയ്തത്. വർഷങ്ങളായിട്ടുള്ള രോഗങ്ങളെ, വർഷങ്ങളായിട്ടുള്ള ബന്ധനങ്ങളെയൊക്കെയും കർത്താവ് മാറ്റി. വലിയ ദൈവിക ആലോചനകളെ, പ്രവചന ആലോചനകളെ ദൈവം തൊടുന്നു. ഈ ദിവസങ്ങളിൽ മറക്കരുത്, പ്രാർത്ഥന ആരംഭിക്കുമ്പോഴേ പറയേണ്ടത്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന എൻ്റെ പിതാവായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് വേണം രാവിലെകൾ ആരംഭിക്കുവാൻ, രാത്രി അവസാനിപ്പിക്കുന്നതും ഈ വചനം പറഞ്ഞുകൊണ്ടായിരിക്കണം. ഗോഡ് ബ്ലസ് യു. നമുക്ക് ലൈവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ യൂട്യൂബിലായിക്കോട്ടെ, നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ വചനം ഷെയർ ചെയ്യണം, അനേകർക്ക് ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. അനേകർക്ക് ഈ വചനം കൊടുക്കണം. അവർ കളിയാക്കിക്കോട്ടെ, അവർ പരിഹസിച്ചോട്ടെ, പക്ഷെ 10 പേര് പരിഹസിച്ചാൽ 10 രോഗി സൗഖ്യമായിരിക്കും. 100 പേര് പരിഹസിച്ചാൽ 1000 പേര് യേശുവിലേക്ക് വന്നിരിക്കും. കാര്യം ഇത് സുവിശേഷമാണ്. ഇത് കൊടുക്കുന്നവനും കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ലൈവിൽ കാണുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു, സൂമിലേക്ക് നിങ്ങൾ കയറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. രോഗം സൗഖ്യമായിരിക്കുന്നു, അത്ഭുതം നടന്നിരിക്കുന്നു, തകർച്ചകൾ മാറിയിരിക്കുന്നു. കർത്താവ് ഞാൻ ലൈവിൽ കാണുന്നവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നവർ അതിരുകൾ വിസ്താരമായി നന്ദി പറയുന്നു. നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൂമിൽ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ